വളണ്ടിയർ ക്യാപ്റ്റൻ ശ്രദ്ധിക്കുക. ഗാർഡ് ഓഫ് ഓണറിന് വേണ്ട ക്രമീകരണം അടിയന്തരമായും ഒരുക്കേണ്ടതാണ്. ഇനി താമസിപ്പിക്കല താമസിക്കലെന്നോ All comrades, stand at ease. Attention. Don't move. All comrades, attention! Stand at ease. Attention! Don't move. മത്സരം
യെസ് കൊടുത്തോ ഇവിടെ കൊടുത്തോളാം മാറ്റാം മാറ്റി കൊടുക്കണം പോണേ പുറത്തുള്ള ആൾക്കാർ അകത്ത് കയറാണ്
ആ കൊടുക്കൽ കൊടുത്തോ കൊടുത്തോ മാക്സിമം 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 ഏത് ലൈവ് മാറ്റി ശ്യാം ചേഞ്ച് 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 ഒരു മിനിറ്റ്
സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണ് രചിച്ചിരിക്കുന്നത്. 6-ാം തീയതി മുതൽ ഇന്ന് വരെ നടന്ന പ്രതീക സമ്മേളനം, അതിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളാണ് പാർട്ടി സമ്മേളനം ചർച്ച ചെയ്തത്. CPIയോ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. പാർട്ടിയുടെ സമ്മേളനം ചെയ്യുന്നത് പ്രകടനം, പൊതുസമ്മേളനം, പുതിയ പാർട്ടി കമ്മിറ്റി തെരഞ്ഞെടുക്കൽ, സെക്രട്ടറി തെരഞ്ഞെടുക്കൽ എന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുണ്ട്. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ ജില്ലയിലെ പാർട്ടിയും സംഘാടക സമിതിയും നിർവഹിച്ചത്. ഒരു ബഹുജന വിദ്യാഭ്യാസ പഠന പരിപാടി തന്നെ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ഈ സമ്മേളനത്തിന്റെ സംഘാടനം തന്നെ വ്യത്യസ്തമായിരുന്നു. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അധ്യക്ഷനായ കേന്ദ്ര സ്വാഗത സംഘത്തിന് പുറമെ എല്ലാ ഇയറുകളിലും സംഘാടക സമിതിയുണ്ട്. ലോകരക്ഷാ സംഘാടക സമിതിയുണ്ട്. ബ്രാഞ്ചുകളിൽ സംഘാടക സമിതി ജനങ്ങൾ രൂപീകരിച്ചു. 4500 സംഘാടക സമിതികളാണ് ഇതിന്റെ ഭാഗമായി ഈ ജില്ലയിൽ എവിടെ സഞ്ചരിച്ചു നോക്കിയാൽ, ഈ ഉൾപ്രദേശത്ത് നിങ്ങൾ പോയാൽ ഈ സമ്മേളനത്തിന്റെ സന്ദേശം വിളിച്ചു പറയുന്നതാണ്. എല്ലാ സ്ഥലത്തും സംഘാടക സമിതി ഓഫീസിൽ അവിടെ ജനങ്ങൾ സംഘടിക്കും. ഇങ്ങനെ പുതുമയാർന്നിരിക്കുന്ന പ്രവർത്തനമാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളന നടത്തിപ്പിനാവശ്യമായിട്ടുള്ള ഈ ജില്ലയിലെ ജനങ്ങളാണ് പാർട്ടിക്ക് നൽകിയിട്ടുള്ളത്. തൊഴിലാളികൾ അവരുടെ ഒരു മാസത്തെ വേതനത്തിൽ 10% ഈ സംഘാടക സമിതിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഓരോ ബ്രാഞ്ചുകളും നിശ്ചയിച്ചിട്ടുള്ള സംഘാടക സമിതിയിലേക്ക് പാർട്ടി മെമ്പർമാർ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം സംഭാവന നൽകി. ബക്കറ്റ് കലക്ഷൻ വഴി 2 ദിവസം നടത്തിയ പ്രവർത്തനത്തിൽ കൂടിയാണ് ഈ സമ്മേളന നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള സമാഹിത ഫലത്തിൽ ഈ സമ്മേളനം ജനങ്ങൾ ഏറ്റെടുത്ത സമ്മേളനമാണ്. വിവിധ ഏരിയകളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സാർവദേശീയ ദേശീയ കേരള സംഭവം വിശദമായ സംവാദത്തിന് വിധേയമാക്കിയ സെമിനാറുകളായിരുന്നു. ഓരോ സെമിനാറുകളിലും ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച്
ശാസ്ത്രമേള ഇത്തവണ സംഘടിപ്പിച്ചു. ധർമ്മശാല യുക്തിചിന്തയും ശാസ്ത്രബോധവും ചരിത്രബോധവുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് CPI പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു തുടക്കമാണ് സംഘടിപ്പിച്ച ശാസ്ത്രമേള. ഇതെല്ലാം പുതുമയാർന്ന പരിപാടികളിൽ കൂടി വനത്തോതിൽ ജനങ്ങളെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി രംഗത്തിറക്കാൻ സാധിച്ചു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന പാർട്ടി CPM ആണ് എന്ന് മനസ്സിലാക്കുന്ന ജനങ്ങൾ അവരുടെ പ്രസ്ഥാനമായി ഈ പാർട്ടിയെ ഉൾക്കൊള്ളുകയാണ്. ഇന്ന് വനിതയ മാർച്ച് കടന്നു വരുന്നതിന് മുമ്പ് തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ ഓരോ സ്ഥലത്തും കൂടിയ ജനങ്ങൾ അതിന് കണ്ട ആവേശം, ഈ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി, ഈ പാർട്ടി ഞങ്ങളെ രക്ഷിക്കും എന്നാണ് അവരുടെ മുഖത്ത് പ്രകടമായി കണ്ട വികാരം. ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നത് എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ്. 171 സഖാക്കൾ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇതിനകം രക്തസാക്ഷികളായി. RSS, BJP സംഘം, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, STPI തുടങ്ങിയവരുടെ എല്ലാം ആക്രമണത്തിന് വിധേയമാകേണ്ടി വന്ന പാർട്ടിയാണ് CPIM. ഇന്നും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 700-ൽ പരം സഖാക്കളെയാണ് ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ തലശ്ശേരിയിലെ ഹരിദാസൻ, RSSകാർ ആ മത്സ്യത്തൊഴിലാളിയെ വീട്ടുപറമ്പിലിട്ട് ഭാര്യയുടെയും കുട്ടികളുടെയും മുമ്പിലിട്ട് ഹരിദാസന്റെ കാല് വെട്ടിയെടുത്തു, മൃഗീയമായി കൊലപ്പെടുത്തി. ജനങ്ങളെ ഭയപ്പെടുത്താനാണ് ഇത്തരം കൊലപാതകം നടത്തുന്നത്. പക്ഷേ ഈ പാർട്ടിയെ ഭയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമാവുകയില്ല എന്ന് തെളിയിച്ച ജില്ലയാണ് ഈ കണ്ണൂർ ജില്ല. എപ്പോഴെല്ലാം ആക്രമണം പാർട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ ജില്ലയിലെ ജനങ്ങളാണ് ഈ പാർട്ടിയെ രക്ഷിച്ചത്. ജനങ്ങളാണ് ഈ പാർട്ടിയുടെ ശക്തി. അതുകൊണ്ടാണ് CPMനെ തകർക്കാൻ മറ്റ് ശക്തികൾക്ക് സാധിക്കാത്തത്. ഇനിയും അവർക്ക് ഈ പാർട്ടിയെ തകർക്കാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്ന ഈ മഹാറാലി. CPIM നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നൊരു സാഹചര്യത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് നമ്മൾ ഏറ്റെടുത്തത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ശത്രുവർഗം വളരെ സംഘടിതമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. തീവ്ര വലത് ശക്തികൾ നമുക്കെതിരായി പലയിടത്തും യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കുത്തക മാധ്യമങ്ങൾ ഒന്നിച്ചു ചേർന്ന് CPMനെതിരായും ഗവൺമെന്റിനെതിരായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തെ അതിജീവിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ ഇടതുപക്ഷം നേടണം. അങ്ങനെ നമുക്ക് ഈ വെല്ലുവിളി അതിജീവിക്കണം. അതിന് നമുക്ക് സാധിക്കും. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കും. നേരത്തെ 5 വർഷം ഭരിച്ചപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളിൽ 600 വാഗ്ദാനങ്ങളിൽ 20 എണ്ണം ഒഴിച്ച് നടപ്പാക്കിക്കൊണ്ടാണ് ഇലക്ഷന് നേരിട്ടത്. അതാണ് ജനങ്ങൾ
നമ്മളിൽ പ്രകടിപ്പിച്ച വിശ്വാസം. ഇപ്പോൾ LDF നൽകിയിട്ടുള്ള വാഗ്ദാനം അത് ഓരോന്നോരോന്നായി നടപ്പാക്കും. അതിന് ഇച്ഛാശക്തിയുള്ള സർക്കാരാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. കോവിഡ് വന്നപ്പോൾ രാജ്യം വിറങ്ങലിച്ചു നിന്നു. മഹാപ്രളയം ഉണ്ടായപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ആളുകൾ ചോദിച്ചു. ഈ രണ്ട് പ്രശ്നങ്ങളെ നേരിടുന്നതിൽ ഇടതുപക്ഷ സർക്കാർ കാണിച്ച ഇടപെടൽ, ജാഗ്രത, കരുതൽ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കേരളത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തുടങ്ങി. മുഖ്യമന്ത്രി ഓരോ ദിവസവും നടത്തിയ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ വൈകുന്നേരം ജനങ്ങൾ കേട്ട് ഇങ്ങനെയാണ് ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. UDFന്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കുമായിരുന്നില്ല. അവർക്ക് അസാധ്യമെന്ന് പറഞ്ഞ് നടപ്പാക്കാൻ സാധിക്കാത്ത കാര്യം LDF നടപ്പാക്കി. പിണറായി വിജയൻ സർക്കാർ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യും എന്ന വിശ്വാസമാണ് ജനങ്ങളെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ ഭാവി നവകേരളം സൃഷ്ടിക്കും എന്നുള്ളതാണ്. അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കണം. 45 മീറ്റർ റോഡ് ഇവിടെ ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഒന്നും നടക്കില്ല എന്നായിരുന്നു. എന്നാൽ തലപ്പാടി മുതൽ കളിയിക്കാവിൽ വരെ പ്രവർത്തനം തുടങ്ങിയില്ലേ? 2 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ ഏറ്റവും സൗകര്യമുള്ള ഒരു റോഡ് വന്നാൽ അതിൻ്റെ നേട്ടം ആർക്കായിരിക്കും? ഈ കേരളം മാറും, ഈ കേരളത്തെ മാറ്റും. അത് ദൃഢപ്രതിജ്ഞ എടുത്ത് പ്രവർത്തിക്കുന്ന സർക്കാരും ഒരു മുന്നണിയും പാർട്ടിയുമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇപ്പോൾ എല്ലാവരും കൂടി കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഗവൺമെൻറ് പ്രഖ്യാപിച്ച സിൽവർ ലൈൻ പദ്ധതി അത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ്. എത്ര വാശിയാണ് അവർക്ക്! ഇത് കേരളത്തിൻ്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ് എന്ന് എല്ലാവരും സമ്മതിക്കും. പക്ഷെ എതിർപ്പിന് കാരണം എന്താണ്? ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന കാലത്ത് ഇത് വേണ്ട. അവരുടെ കാലത്ത് ഹൈസ്പീഡാണ് പ്രഖ്യാപിച്ചത്, അതവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. നമ്മളതിന് പിന്തുണ കൊടുത്തു, ഇത് വരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ എതിർക്കുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. BJPയും കോൺഗ്രസും ഒന്നിച്ചു ചേർന്ന് സമരം ചെയ്യുകയാണ്. ഒരു കോലീബി സഖ്യം വിപുലമായ രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ്റിനെ തകർക്കാനാണ്. ഇവരുടെ പ്രചരണം കേട്ടാൽ തോന്നും കേരളത്തിലെ ഭൂമി ആകെ എടുക്കാൻ പോവുകയാണെന്ന്. സഖാക്കളെ, 1383 ഹെക്ടർ ഭൂമി മാത്രമാണ് ഇതിനു വേണ്ടി എടുക്കാൻ പോകുന്നത്. ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അവരുടെ കൂടെ സർക്കാർ ഉണ്ടാകും, പാർട്ടി ഉണ്ടാകും, LDF ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അവരെ ഇളക്കി വിട്ട് ഈ പദ്ധതി അട്ടിമറിക്കാം എന്നവർ കരുതരുത്. ഇവിടെ അംബാനിയോ അദാനിയോ ടാറ്റയോ ആണ് ഒരു സ്വകാര്യ റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നതെങ്കിൽ ഇവരെല്ലാം അതിനെ പിന്തുണക്കുമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ 400 റെയിൽവേ സ്റ്റേഷനുകളാണ് വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 90 പാസഞ്ചർ ട്രെയിനുകൾ വിൽക്കുകയാണ് BJP. 1400 കിലോമീറ്റർ ട്രാക്കാണ്, റെയിൽവേ ട്രാക്കാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത്. ഗുഡ് ഷെഡുകൾ വരെ വിൽക്കുന്നു. എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു. ഇവിടെ പൊതുമേഖലയിൽ ഒരു റെയിൽവേ ലൈൻ വരുമ്പോൾ അതിനെ എതിർക്കുന്നു. ഇവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് ഇത് തുറന്നു കാണിച്ച് നമുക്ക് ഈ പദ്ധതി നടപ്പാക്കണം.
ഇതിനെതിരായി വരുന്ന കാര്യം ജനങ്ങളുടെ അടുത്ത് പോയി വിശദീകരിച്ച് തെറ്റിദ്ധാരണ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കണം. അതിന് പാർട്ടി പ്രവർത്തകന്മാർ ഈ സമ്മേളനത്തിന് ശേഷം സജീവമായി രംഗത്തിറങ്ങണം. കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷം ഈ പദ്ധതിക്ക് അനുകൂലമാണ്. അവരെ അണിനിരത്തിക്കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഈ കേരളത്തിൽ ചെയ്യും എന്ന് അവർ മനസ്സിലാക്കുന്നതാണ് നല്ലത്. അവർ ഒറ്റപ്പെടും. അവരെ കൂടെ നിൽക്കുന്നവർ തന്നെ ഈ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇന്നലെ ഇവിടെ പ്രൊഫസർ KV തോമസ് അദ്ദേഹം വന്ന് പറഞ്ഞില്ലേ, ഈ പദ്ധതി വേണം. ഇതാണ് നാട്ടിൽ ഉയർന്നു വരുന്ന വികാരം. അതുകൊണ്ട് നാനാവിധമായ പ്രവർത്തനങ്ങൾ പാർട്ടി ഏറ്റെടുക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഈ റാലിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്റ്റേഡിയത്തിലെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ധാരാളം പേർ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ പുറത്തു നിൽക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് പുറത്ത് അത് കേൾക്കാൻ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതുകൊണ്ട് പരമാവധി എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് പാർട്ടിയുടെ ഇന്ത്യയിലെ സമ്പന്നതരായ നേതാക്കന്മാരാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CPMന്റെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് സീതാറാം യെച്ചൂരിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. സ്വാഗത സംഘത്തിന് വേണ്ടി സഖാവ് സീതാറാം യെച്ചൂരിയെ ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യൂ. ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്വാഗത സംഘത്തിലെ ചെയർമാനും നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയനാണ്. സഖാവിനെ സ്വാഗത സംഘത്തിന് വേണ്ടി ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് വൃന്ദ കാരാട്ട് ഇവിടെ ഉണ്ട്. അവർ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ദീർഘകാലം ത്രിപുരയുടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച നമ്മുടെ എല്ലാം ബഹുമാനനായ സഖാവ് മണിക് സർക്കാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. പശ്ചിമ ബംഗാളിലെ പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് മുഹമ്മദ് സലീം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഇന്ന് സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുന്നത് 17 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയാണ്. ആ 17 പേരും ഇവിടെ വന്നിട്ടുണ്ട്. 17 പേരും പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നമുക്ക് രാവിലെ വരെ പിരിയാൻ സാധിക്കാത്ത അവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് എല്ലാവരും ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രസംഗം കേട്ട് മാത്രമേ എല്ലാവരും പിരിയാൻ പാടുള്ളൂ. ഇത് ഏറ്റവും വലിയ രാഷ്ട്രീയ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി സഹകരിച്ച എല്ലാവരോടും ഈ സന്ദർഭത്തിൽ സ്വാഗത സംഘത്തിന് വേണ്ടി നന്ദി പറയുകയാണ്. വിവിധ രീതിയിൽ ഈ സമ്മേളനത്തെ സഹായിച്ചവരുണ്ട്. മാധ്യമങ്ങളോടും ഒരു വാക്ക്, നിങ്ങൾ പലതും എഴുതി, ചിലവരെ എഴുതി, ആദ്യം മുതലേ തുടങ്ങി. ഈ പാർട്ടി കോൺഗ്രസിൽ 2 ചേരിയായിരിക്കും. ബംഗാൾ ഒരു ചേരി, കേരളം വേറെ ചേരി. ചേരി എവിടെ? CPM ഒറ്റക്കെട്ടായി എല്ലാ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന പാർട്ടിയാണ് എന്ന് ഈ സമ്മേളനം തെളിയിച്ചില്ലേ? പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം സമ്മേളനം പാസാക്കി. ഒരു തർക്കവും ഉണ്ടായില്ലല്ലോ. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് സമ്മേളനം പാസാക്കി. വിവിധ ചർച്ചകൾ നടന്നു. സമ്മേളനം അത് പാസാക്കിയില്ലേ? ചർച്ചകൾ നടത്താനാണ് സമ്മേളനം ചേരുന്നത്. ആ ചർച്ചകൾക്ക് ശേഷം ഐക്യേണ്ടതിന് തീരുമാനമെടുത്ത് അത്തരം കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കാൻ ഈ സമ്മേളനത്തിൽ സാധിച്ചു എന്നത് 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രത്യേകതയാണ്. മാധ്യമങ്ങൾ വിചാരിച്ച ഒരു കാര്യവും
അവരുദ്ദേശിച്ചതുപോലെ ഇവിടെ നടന്നിട്ടില്ല എന്നവരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ചില മലയാള മാധ്യമങ്ങൾക്ക് ചില സൂക്കുകളുണ്ട്. ആ സൂക്കുകൾ അടുത്ത കാലത്തൊന്നും മാറാൻ പോകുന്നില്ല. അവരുള്ളിടത്തോളം കാലം അത് തുടരുകയും ചെയ്യും. പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ഞങ്ങൾക്കെതിരായി എഴുതുന്നതിനനുസരിച്ച് എതിരായിട്ട് എഴുതുമ്പോൾ ഞങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഈ കേരളത്തിൽ കാണുന്ന അനുഭവം. നിങ്ങളുടെ പ്രചാരവേലയല്ല കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 40 സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? UDFന് 100 സീറ്റ് പ്രവചിച്ചില്ലേ? കിട്ടിയോ? BJPക്ക് 135 എന്ന് പറഞ്ഞവരില്ലേ? കിട്ടിയോ? അതുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ എഴുത്തിന്റെ പിന്നിലല്ല ഈ കേരളത്തിലെ ജനങ്ങൾ പോകുന്നത് എന്നത് ഇപ്പൊ വ്യക്തമായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇനിയും എഴുതണം. നിങ്ങൾ എഴുതുന്നതിനനുസരിച്ച് ഞങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാധ്യമ പ്രചാരവേലയ്ക്ക് വിധേയമാകാൻ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ജനങ്ങളാണ് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരാണ് ഈ സമ്മേളനത്തിന്റെ വിജയം നിശ്ചയിച്ചിട്ടുള്ളത്. എന്ത് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാരെയും, പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെയും, നമ്മുടെ ബഹുമാന്യായ മറ്റ് നേതാക്കന്മാർ, സഖാവ് SRP ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ സ്റ്റേജിലുണ്ട്. സഖാവ് ഭീമൻ ബാസു ഉണ്ട്. ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇന്നിവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ രാജ്യം അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ എല്ലാം കാണാനും ഇവിടെ ഒരു അവസരം കൂടിയായി ഇത് നമുക്ക് മാറ്റാൻ സാധിച്ചു. സഖാക്കളെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. മറ്റുള്ളവരെല്ലാം ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി സ്റ്റേജിലിരിക്കുകയാണ്. ഈ സമ്മേളനം വിജയിപ്പിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവരെയും ഈ സമ്മേളനത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ സഖാവ് പിണറായി വിജയനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യമില്ല. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, അധ്യക്ഷ പ്രസംഗം പിന്നീടാകാം എന്നാണ് കരുതുന്നത്. നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് സീതാറാം യെച്ചൂരി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, എനിക്ക് മലയാളം അറിയില്ല. എൻ്റെ മാതൃഭാഷ തെലുങ്കാണ്. அதுக்கு தான் நான் இங்கிலீஷில் സംസാരിக்கிறேன். காம்ரேட் ராஜீவ், you will translate, huh? Thank you, Comrade Pinarayi Vijayan, the president of today's this huge public rally, which is indeed a very, very inspiring culmination to a very, very important and historic milestone in our party's history, the 23rd Party Congress. And I would, on behalf of the entire party, our newly elected leadership, the Central Committee and the Politburo, congratulate the people of Kannur for so enthusiastically responding to the CPI Party Congress and so readily coming forward to respond, help us, and actually make this Congress a big success that will be a memorable memory in all the delegates who attended this 23rd Congress. So thank you very much, people of Kannur, and my salutes to all of you. ബഹുമാനായ അധ്യക്ഷൻ പിണറായി വിജയൻ, മറ്റു നേതാക്കന്മാരെ, സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു സന്ദർഭമാണിത്. ഈ ചരിത്രഘട്ടത്തിൽ കണ്ണൂരിലെ ജനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസ് മഹാവിജയമാക്കി മാറ്റിയതിന്
ഞാൻ അവരെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട PBക്ക് വേണ്ടിയും നേതൃത്വത്തിന് വേണ്ടിയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചരിത്ര ദൗത്യങ്ങളാകെ ഏറ്റെടുക്കാൻ കഴിയുന്ന അതിരുകളില്ലാത്ത ആത്മവിശ്വാസം പകർന്നു നൽകാൻ ഈ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്. ഓരോ പ്രതിനിധിക്കും മറക്കാൻ കഴിയാത്ത അനുഭവമായി ആത്മവിശ്വാസമായി ഈ കോൺഗ്രസ് മാറി. അതിന് നേതൃത്വം നൽകിയ കണ്ണൂരിലെ പാർട്ടിയെയും കണ്ണൂരിലെ ജനങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. As all of you know, the party congress has concluded, new leadership has been elected. The party congress elected the central committee, an 85-member central committee, which in turn elected a 17-member Politburo, including the General Secretary. So it is customary here to introduce the new leaders of the CPI. Before I introduce the other 16 members of the Politburo, I must mention that 3 veterans have been relieved from the Politburo. As long as they live, as all of us, as communists, as long as we live, we remain communists, we will continue to discharge our revolutionary responsibilities and duties. But from the positions that they were holding in the Politburo, 3 comrades have been relieved. First of all, I'd like to introduce them, expressing our revolutionary gratitude for the work they have done in shaping the party so far and to continue to be a source of inspiration to all of us. The first of the 3 is Comrade S. Ramchandra Pillai, our senior most member of the Politburo, who's been relieved, this time from his responsibility. Where is he? Then our veteran Comrade Biman Basu. സഖാക്കളെ, ഈ പാർട്ടി കോൺഗ്രസ് പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും 85-അംഗ കേന്ദ്ര കമ്മിറ്റിയെയും 17-അംഗ പൊളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 17-അംഗ പൊളിറ്റ് ബ്യൂറോയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ സഖാക്കളുടെ മുൻപ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് മുൻപായി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാർട്ടി കോൺഗ്രസിൽ 3 പ്രധാനപ്പെട്ട സഖാക്കൾ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അവരാകെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിസ്തുലമായ സംഭാവന നൽകിയവരാണ്. അവർ ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പാർട്ടി പൊളിറ്റ് ബ്യൂറോയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും വിരമിച്ച ആ സഖാക്കളുടെ ഇന്നലകളുടെ സേവനങ്ങളെ പ്രത്യേകം സ്മരിക്കുന്നു. അവർക്കെല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ആദ്യമായി സഖാവ് SRPയെ പരിചയപ്പെടുത്തുന്നു. Then Comrade Biman Basu, a veteran of our communist movement. He was the leader of the students' movement when I joined the SFI some nearly 50 years ago. So he served the party all through this talk, and now he is being relieved. So our salutes to him and recognition, place on record his contribution that he has made, which he'll continue to make, but as a member of the Politburo. അടുത്തതായി സഖാവ് ബിമൻ ബസുവാണ്. സഖാവ് ബിമൻ ബസു ഞാൻ SFIയിൽ ചേരുമ്പോൾ, സഖാവ് സീതാറാം SFIയിൽ ചേരുമ്പോൾ എൻ്റെ മേധാവായിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ മേധാവായി, പൊളിറ്റ് ബ്യൂറോ അംഗമായി, ഇപ്പോൾ സഖാവ് PBയിൽ നിന്ന് വിരമിക്കുകയാണ്. സഖാവിന്റെ സേവനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. തുടർന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. Then Comrade Hanan Mullah, who was a Kisan leader, one of the main architects of the historic Kisan struggle that has recently taken place. He is being relieved from the Politburo. Comrade Hanan Mullah. ഹനൻ മുള്ള കർഷക പ്രസ്ഥാനത്തിന്റെ മേധാവ്, ചരിത്ര പ്രാധാന്യമേറിയ കർഷക പോരാട്ടത്തിന് സവിശേഷമായ നേതൃത്വം നൽകിയ സഖാവും പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് വിരമിക്കുകയാണ്. സഖാവിനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. Now I'll introduce the newly elected members of the Politburo. Comrade Pinarayi Vijayan, Comrade Prakash Karat, Comrade Kodiyeri Balakrishnan, Comrade M.A. Baby, Comrade Brinda Karat, Comrade Subhashini Ali,
Comrade Muhammad Salim. Comrade Manik Sarkar. Comrade Suryakant Mishra. Comrade Tapan Sen. Comrade Nilotpal Basu. Comrade G. Ramakrishnan. He's left. And we have elected, there are 3 new members of the Politburo who have been elected this time. Oh, Comrade, where is he? His chair is there. Comrade B.B. Raghavlu. Three members of the new members of the Politburo who have been elected. That is Comrade A. Vijay Raghavan. Comrade Ashok Dhavle. And Comrade Ramchandra Dome. This is the new set of the 17 members, including myself, which is the new Politburo of the CPIM after this 23rd Party Congress. നേരത്തെ പരിചയപ്പെടുത്തിയ സഖാക്കൾ ഉൾക്കൊള്ളുന്നതാണ് പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത 17-അംഗ പൊളിറ്റ് ബ്യൂറോ. Yes, comrades, this Congress of ours, the 23rd Congress of the Communist Party of India Marxist, has been a Congress of determination, a Congress of resolve. The determination that today we will save our country from being destroyed by the communal forces, by this BJP government at the center, which is implementing the Hindutva communal agenda, aggressively implementing the Hindutva communal agenda of the fascistic RSS. And this is the major challenge that we all have to face, because along with this government at the center is pursuing unbridled neoliberal economic policies, looting the country's national assets, indiscriminately privatizing all public sector and all national assets, establishing a nexus between corporate and the communal forces, promoting crony capitalism of the worst order, legalizing political corruption, and establishing an increasingly growing authoritarian order in the state with attacks on the democratic rights and civil liberties of all people guaranteed by the Indian Constitution. This is an all-round attack. This 23rd Party Congress, through this resolution, has said very clearly that we are determined. This red flag and the Communist Party of India Marxist is determined to meet this challenge and to defeat this challenge in the days to come, and that is the determination and resolve with which this Congress has concluded. സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസുകളെല്ലാം ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഈ കോൺഗ്രസ് കൃത്യമായ പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ്സാണ്. രാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെയുള്ള ശക്തവും സുവ്യക്തവുമായ പ്രഖ്യാപനമാണ് പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. രാജ്യത്ത് ഒരു വർഗീയ അജണ്ട നടപ്പിലാക്കുന്നു. ഹിന്ദുത്വ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഫാസിസ്റ്റ് സ്വഭാവങ്ങളുള്ള RSS-ആൽ നിയന്ത്രിക്കപ്പെടുന്ന BJP അധികാരത്തിലിരുന്നു കൊണ്ട് ഈ അജണ്ടയാണ് രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മറുവശത്ത് നവ ഉദാരവൽക്കരണ നയങ്ങൾ അതിവേഗത്തിൽ നടപ്പിലാക്കാനും ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ സമ്പത്ത്, ആസ്തികൾ കൊള്ളയടിക്കുന്നു, പൊതുമേഖലയെ നിർവീര്യമാക്കുന്നു,
അത് സ്വകാര്യവൽക്കരണത്തിന് പാകമാകുന്ന രൂപത്തിൽ മാറ്റിത്തീർത്തു കൊടുക്കുന്നു. കോർപ്പറേറ്റ് ശക്തികളും വർഗീയ ശക്തികളും തമ്മിലുള്ള അവിശുദ്ധമായ സഖ്യം രാജ്യത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും നിയന്ത്രിക്കുന്നു. ശിങ്കടി മുതലാളിത്തം ശക്തിപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയമായ അഴിമതി വ്യാപകമാകുന്നു. ഭരണകൂടം ഏകാധിപത്യ പ്രവണതകളുടെ പ്രതിഫലനമായി മാറുന്നു. ഈ ഏകാധിപത്യ പ്രവണതകൾ ജനാധിപത്യ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നു. അത് പൗരാവകാശങ്ങളെ അടിച്ചമർത്തുന്നു. ഇതാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന അവസ്ഥയുമുള്ളത്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന അവസ്ഥയെ 23-ാം പാർട്ടി കോൺഗ്രസ് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഈ ചെങ്കൊടിയുടെ ബലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഈ വെല്ലുവിളികളെ നേരിടുക തന്നെ ചെയ്യും. ചെങ്കൊടി ഈ ഫാസിസത്തിന്റെ പ്രവണതകളുള്ള വർഗീയ ആധിപത്യത്തെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു. If this is the determination, but the resolve comes from the fact that this 23rd Congress was held in this land of revolutionary martyrs of Kannur. The Kayyur martyrs, the glorious history of the growth of the communist movement from this part of Kerala, the seeds of a future communist party that were laid in Kannur with a small band of communists. How communism as an ideology, how Communist Party as a political influence spread to become the most dominant political force in Kerala. That is the inspiration of countless martyrs, of indomitable courage, of the sacrifices they have done. This is the land on which this all happened, where the communist movement, not only in Kerala, but Kannur became an outpost for the communist movement in the country as a whole. So from this land, drawing inspiration from its revolutionary traditions, the resolve in this Congress is that yes, these are very formidable challenges that are there before us, formidable not only for the country, not only for our secular democratic constitutional order, but formidable for the advance of the struggles of the working people, of the people in our country generally, for a better livelihood against this exploitative order that is there in our country, for a revolutionary change moving forward towards achieving our objective. That is a formidable challenge that we have, a multi-pronged challenge. The resolve to meet the challenge arises by the fact that this Congress was held here and all decisions were taken with unanimity or near unanimity, and that speaks of the degree of cohesion and unity in the party, its determination and its resolve in meeting the challenges of today. സഖാക്കളെ, ഈ പ്രഖ്യാപനമാണ് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. 23-ാമത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഭൂമികയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. ഈ ഭൂമിക കണ്ണൂരിന്റെ ഭൂമി, വിപ്ലവ രക്തസാക്ഷികളുടെ മരിക്കാത്ത മഹത്തായ ചരിത്രത്തിന്റെ ഭൂമിയാണ്. ഇതാണ് കയ്യൂരിന്റെ മണ്ണ്. ഇതാണ് മഹത്തായ രക്തസാക്ഷികളുടെ ജീവസമർപ്പണത്തിന്റെ ചരിത്രമുള്ള മണ്ണ്. കണ്ണൂരിൽ ഒരു ചെറിയ സംഘം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ഈ കേരളത്തിനകത്ത് ചെറിയ സംഘം രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഈ സംസ്ഥാനത്താകെ വ്യാപിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലാകെ വ്യാപിച്ചു. ഈ കണ്ണൂരിന്റെ മണ്ണിൽ കെട്ടിപ്പടുത്ത ആ ചെറിയ പാർട്ടിയാണ് കേരളത്തിലാകെ ആവേശം വിതറിക്കൊണ്ട് അതിരുകളില്ലാത്ത രൂപത്തിൽ തൊഴിലാളികളെയും മറ്റ് വർഗവിഭാഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ പാർട്ടിയായി മാറിയത്. ഈ ഭൂമി കണ്ണൂരുമുള്ളത് കേരളത്തിന് മാത്രം ആവേശം നൽകുന്ന ഇടമല്ല. ഇപ്പൊ രാജ്യത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് അതിരുകളില്ലാത്ത ആവേശം പകരുന്ന മണ്ണാണ് കണ്ണൂരിന്റെ മണ്ണിയുമുള്ളത്. ഈ മണ്ണിൽ നടന്ന ഈ കോൺഗ്രസ് എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കുന്നതിനു വേണ്ടി പാർട്ടിക്ക് കരുത്തു നൽകുന്നതാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ തൊഴിലാളി വർഗത്തിന്റെ മാത്രം വെല്ലുവിളികളല്ല. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ അടിത്തറ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. തൊഴിലാളി വർഗത്തിന് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ആവശ്യമാണ്. മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടേണ്ടതുണ്ട്. ചൂഷണം ഇല്ലാതാക്കുന്നതും വിപ്ലവകരമായ മുന്നേറ്റവും അനിവാര്യമാക്കാൻ നമുക്ക് കഴിയണം.
ഇവനുള്ള പ്രവർത്തനങ്ങളാണ് ഈ പാർട്ടി കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വെല്ലുവിളികളാകെ ഏറ്റെടുക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രഖ്യാപനമാണ് പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഈ പാർട്ടി കോൺഗ്രസിന്റെ സവിശേഷത, ഈ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് ഏകകണ്ഠമായിട്ടാണ്. 23-ാം പാർട്ടി കോൺഗ്രസിന്റെ എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായിട്ടാണ്. ഇത് ഈ പാർട്ടിയുടെ ശക്തിയുടെ പ്രതിഫലനമാണ്. ഇത് ഈ പാർട്ടി എല്ലാ വെല്ലുവിളികളെയും നേരിടുമെന്നുള്ള പ്രഖ്യാപനത്തിന്റെ ശരിയായ പ്രതിഫലനം കൂടിയാണ്. But when we speak of our determination and resolve, we have the Prime Minister of India who says that the left today has become a marginal force. It is there only in one corner of India, that is Kerala. But at the same time, he adds, though it has become a marginal force, it is a force. It has an ideology that has to be combated and defeated. He, our class enemies, recognize the fact that this ideology is something that is an ideology that will continue to seek the overthrow of this exploitation in our society, to seek the overthrow of this exploitative order. So they recognize that our strength and therefore treat us as the principal enemy in order to attack us, to intimidate us, to instill fear. Like you've heard Comrade Kodiyeri talk about that murder that they did in Tellicherry. But that won't deter us, that also has been said. But the fact remains, why is it that from they saying one corner of the country that we are confined to, but yet a force that has to be contended and defeated? That reminds me of the fact that what you're seeing on the screen there, sometimes you see Marx, Engels, Lenin and Stalin. You see Stalin's poster in his military outfit and fatigues. And it was Comrade Stalin. When the fascist army of Hitler invaded the Soviet Union, it encircled Moscow. He had given the call saying that we'll have to get a toehold, a small corner of the German land, and once we capture that, we shall drive the German fascists out of the Soviet Union till they reach Berlin, and we will reach Berlin to announce to the world that fascism has been defeated. It was this red flag that announced to the world that fascism has been defeated, that red flag which Hitler set out to destroy. And therefore, any hopes that people nurture today, that this is a force that can be destroyed or it is weakened, it will vanish, we must remind them. History is testimony to the fact there is not a power on earth that can either destroy or even dilute this red flag and the power of the red flag and the power of the people of our world. They will rise in revolt and will rise for their liberation. That is a historic inevitability. How fast we do it or not, that depends on us, and that is what the decisions we have taken in this Congress to hasten that process in India. സഖാക്കളെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി, ഇടതുപക്ഷം ഒരു ചെറിയ മൂലയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷം പാർശ്വത്തിൽ വളരെ ചെറുതായി കഴിഞ്ഞിരിക്കുന്നു. കേരളമെന്ന ഒരു ചെറിയ ഇന്ത്യയുടെ മൂലയിൽ മാത്രമാണ് ഇന്ന് ഇടതുപക്ഷമുള്ളത്. എന്നാൽ ഇത് പറഞ്ഞ പ്രധാനമന്ത്രി അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി. അത് ഈ പ്രത്യയശാസ്ത്രം, അവർ ചെറുതാണെങ്കിൽ പോലും ഈ പ്രത്യയശാസ്ത്രം ഏറെ ഭയപ്പെടേണ്ടതാണ്. ഈ പ്രത്യയശാസ്ത്രത്തെ പരാജയപ്പെടുത്തേണ്ടതാണ്. അപകടകരമായ പ്രത്യയശാസ്ത്രമാണ് ഇത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഇത്രമാത്രം ചെറുതായ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്. ഈ പ്രത്യയശാസ്ത്രം ചരിത്രപരമായ മുന്നേറ്റത്തിൻ്റെതാണ്. ഈ പ്രത്യയശാസ്ത്രം ചൂഷണ ആധിപത്യം ഇല്ലാതാക്കുന്നതിന് കരുത്തു പകരുന്ന പ്രത്യയശാസ്ത്രമാണ്. ഈ പ്രത്യയശാസ്ത്രം എല്ലാ വെല്ലുവിളികളും മറികടക്കുന്നതാണ്. കൊടിയേരി ഇവിടെ നടന്നിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു മൂലയിൽ മാത്രം ഒതുങ്ങുമ്പോഴും അവനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എത്രമാത്രം ശ്രദ്ധിക്കുന്നു, കേന്ദ്രീകരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. നോക്കൂ, ഈ സ്ക്രീനിൽ, അപ്പുറത്തുള്ള സ്ക്രീനിൽ നിരവധി നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വരുന്നുണ്ട്. മാർക്സിന്റെയും എംഗൽസിന്റെയും ചിത്രങ്ങൾ വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ സ്റ്റാലിന്റെ മിലിറ്ററി യൂണിഫോം ധരിച്ചിട്ടുള്ള ചിത്രവും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓർക്കണം, ഫാസിസം, ഹിറ്റ്ലറി,
റഷ്യയിലേക്ക് കുതിച്ചു കയറിക്കൊണ്ട് സോവിയറ്റ് യൂണിയനിലേക്ക് മുന്നേറിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ മോസ്കോയുടെ ഒരു മൂലയിലേക്ക് ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒതുക്കി. എന്നാൽ ആ മൂലയിൽ നിന്ന് ഒതുക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ മൂലയിൽ നിന്ന് ചെമ്പട ആർത്തിരമ്പിക്കൊണ്ട് മുന്നേറി. ആ ചെമ്പട റഷ്യയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ഫാസിസത്തിന്റെ ഹിറ്റ്ലറുടെ പട്ടാളത്തെ ആട്ടിപ്പായിച്ചു. അവിടെയും നിന്നില്ല. ആ ചെമ്പട ബെർലിനിലേക്ക് കുതിച്ചു. ആ ചെമ്പട ബെർലിനിലേക്ക് കുതിച്ചുകൊണ്ട് ഈ ചെമ്പതാക ഉയർത്തിക്കൊണ്ട് ആ ചെമ്പട പറഞ്ഞു, ലോകത്തിതാ ഫാസിസം അവസാനിച്ചിരിക്കുന്നു. ഫാസിസത്തെ അവസാനിപ്പിച്ചൊരു പതാകയുണ്ട്. ആ പതാകയാണ് ഈ ചെങ്കൊടി. അത് മോഡിക്കറിയാം, അത് BJP സർക്കാരിനറിയാം. ഈ ശക്തിയാണ് അവർ ഭയപ്പെടുന്നത്. ഈ ചരിത്രം അവർ മനസ്സിലാക്കണം. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ ചെങ്കൊടിയെ, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ദുർബലപ്പെടുത്താൻ പോലും കഴിയില്ല എന്ന് ഈ ചരിത്ര പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നുള്ള പാഠവും ഉൾക്കൊള്ളേണ്ടതുണ്ട്. That's why, how have we decided in the party congress what is the essence of the decisions we have taken in order to meet these challenges and to defeat them? First of all, the decision was that it is clear that the most consistent force, most determined force that can take on the challenge of Hindutva communalism in our country is assault on the secular democratic republic, its assault on the Indian constitution and its independent institutions, is the CPIM and the CPIM along with the left forces. So unless the CPIM its strength increases further significantly and its political intervention capacities are significantly enhanced, this challenge cannot be effectively met. So the party congress discussed and took all the relevant decisions that are required in order to achieve this objective, and that is the first of the course of the decisions that has been taken. ഹിന്ദുത്വ വർഗീയ ശക്തികളെ നേരിടുന്നതിന് വേണ്ടിയുള്ള സ്ഥായിയായ ഒരേയൊരു ശക്തി അത് ഇടതുപക്ഷം മാത്രമാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് കഴിയുന്ന ശക്തി, ഭരണഘടനാ സ്ഥാപനങ്ങളെ ശരിയായ രൂപത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന പോരാട്ടങ്ങളെ ദിശ നിർണ്ണയിക്കാൻ കഴിയുന്ന ശക്തി അത് ഇടതുപക്ഷം മാത്രമാണ്. അതുകൊണ്ട് ഈ സ്ഥായിയായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ ആവശ്യമെന്നുള്ളത്. അതോടൊപ്പം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമായ ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് ഇത് വിലയിരുത്തിക്കൊണ്ട് ഇന്ന് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാമത്തെ തീരുമാനം എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് പാർട്ടി കോൺഗ്രസ് എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം. On this basis, to strengthen the unity of the left forces and to bring together the left and democratic forces on an alternative program by intensifying class and mass struggles, that is the process in which meeting this challenge has to be carried forward. And in meeting the challenge of the Hindutva forces and its communalism, its agenda, to seek the broadest mobilization of all secular forces to meet this challenge and defeat this challenge of Hindutva communalism. ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ ചുമതല എന്നുള്ളത് ഇടതുപക്ഷ ശക്തികളുടെ ഐക്യം വർദ്ധിപ്പിക്കുകയുള്ളതാണ്. ഇടതുപക്ഷ ശക്തികളുടെ ഐക്യം വർദ്ധിപ്പിക്കുകയും അതിന്റെ തുടർച്ചയിൽ ഇടതുപക്ഷ ജനാധിപത്യ ഐക്യവും ശക്തിപ്പെടുത്തണം. ഒരു ബദൽ പരിപാടി, ഇന്ത്യയുടെ സാമൂഹ്യമായ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ബദൽ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഐക്യം ശക്തിപ്പെടണം. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. എന്നാൽ ഹിന്ദുത്വ ശക്തികളെ പരാജയപ്പെടുത്തുന്നതിന് എല്ലാ മതനിരപേക്ഷ ശക്തികളെയും ഈ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിനകത്ത് അണിനിരത്താനും കഴിയേണ്ടതുണ്ട്. That's why on the basis of all these four aspects that will be simultaneously, that will be implemented by the party, the decisions have been taken to meet the challenges of today. That's why we appeal to all the secular forces to come together in order to face this challenge. But then it's up to these secular forces whether they are willing to rise to the occasion of meet this challenge in order
to defend and safeguard the secular democratic Indian Republic and the Indian Constitution. There we've seen how the various parties that claim to be secular also behave. We have reached out, the CPI, to all the secular forces, and in the course of this 23rd Party Congress, various important discussions were held through the seminars in defense of secularism, in defense of democracy, and above all in defense of federalism, which is very important because the BJP RSS today want to destroy the federal character of India. You have seen how the Union Home Minister has now given a diktat, decreed that Hindi shall be compulsory for official correspondence, and in the northeastern states, Hindi will be compulsorily taught in the schools. This sort of an imposition of a language over the linguistic states, reorganization of states that took place in India, the right of the states and the state governments, this sort of trampling upon, that happens because the RSS requires a unitary state structure for its Hindutva communal Rashtra. But in meeting these challenges, well, we want all secular forces to come together and unitedly face this challenge. You have parties like the Congress Party. We invite them to come and join us in this seminar, but they don't respond. Not only do they don't respond, if some of their leaders come and join, those leaders are threatened with disciplinary action to be taken. So we have to tell all the secular parties, particularly the Congress, if you are what you claim to be as a secular party, as a secular force, then you decide where you stand. Whatever be our political differences and the fights, if on this issue of secularism, of democracy, of federalism, of defense of India's constitutional order, if on those issues you're not willing to come together, then that credentials themselves become suspect. So it's up to the Congress Party to decide where it stands. And that is something that the people of Kerala have, through their experience, seen through, and this is something that they will have to answer to the country. ഈ 4 മാനങ്ങളിലുള്ള വെല്ലുവിളികളെയും ഒറ്റയ്ക്കും ഒന്നിച്ചും നേരിടേണ്ട സമീപനങ്ങളെക്കുറിച്ചാണ് പാർട്ടി കോൺഗ്രസ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് എല്ലാ മതനിരപേക്ഷ ശക്തികളും ഇന്ന് രാജ്യം നേരിടുന്ന അപകടം തിരിച്ചറിയണം. ഈ സാഹചര്യത്തിനനുസരിച്ച് അവർ ഉയരണം. ഇന്ത്യൻ ഭരണഘടനയെയും മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ അവരെല്ലാവരും കൈകോർക്കേണ്ടതുണ്ട്. CPM-ന്റെ 23ാം കോൺഗ്രസ് വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. മതനിരപേക്ഷത, ജനാധിപത്യം, ഫെഡറലിസം ഇങ്ങനെയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സെമിനാറുകളാണ് ഈ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. ഫെഡറലിസത്തെക്കുറിച്ച് പറയുമ്പോൾ BJP RSS സംവിധാനം ഈ രാഷ്ട്രത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ തീട്ടൂരം എന്നുള്ളത് എല്ലാ ഔദ്യോഗിക വിനിമയങ്ങൾക്കും ഹിന്ദി ഭാഷ നിർബന്ധമാക്കണമെന്നുള്ളതാണ്. വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി സ്കൂളുകൾ ഉൾപ്പെടെ പൂർണ്ണമായും നിർബന്ധമാക്കണമെന്നുള്ളതാണ്. ഈ രാജ്യം ഭാഷാടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ ഉൾച്ചേരുന്ന ഒരു യൂണിയനാണ്. അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ ഭാഷാപരമായ അവകാശങ്ങളെ പൂർണ്ണമായും കവർന്നെടുക്കുകയും ഫെഡറൽ ഘടനയെ തകർക്കുകയുമാണ് ഈ പ്രഖ്യാപനം വഴി സർക്കാർ ആഭ്യന്തരമന്ത്രി ശ്രമിക്കുന്നത്. ഇത് ഹിന്ദുത്വ വർഗീയ രാഷ്ട്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭരണഘടനാപരമായ ഫെഡറൽ ഘടനയുടെ അട്ടിമറിക്കാനുള്ള ശ്രമവുമാണ്. അതുകൊണ്ട് നമ്മൾ മതനിരപേക്ഷ ശക്തികൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഞങ്ങൾ മതനിരപേക്ഷ ശക്തികളോട് ഈ അഭ്യർത്ഥന നടത്തുന്നു. എന്നാൽ നോക്കൂ, ഈ സെമിനാറിൽ പങ്കെടുക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. രാജ്യത്തിന്റെ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളെയും മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതിൽ പങ്കെടുത്ത
അവരുടെ നേതാക്കന്മാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്ന സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് നിങ്ങൾ മതനിരപേക്ഷതയിൽ നിൽക്കുന്നത്? നിങ്ങൾ ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്നു. നിങ്ങളുടെ അവകാശപ്പെടലിനൊപ്പമാണോ നിങ്ങളുടെ പ്രയോഗം എന്ന് നിങ്ങൾ തെളിയിക്കണം. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ജനാധിപത്യവും ഫെഡറലിസവും ഭരണഘടനയും സംരക്ഷിക്കുമെന്ന പോരാട്ടത്തിൽ അത്തരം വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇതാണ്. കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ മതനിരപേക്ഷതയ്ക്കൊപ്പമാണോ? അത് ഈ രാഷ്ട്രത്തോട് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാകണം. Finally, comrade, the work that the LDF government has done in its first term on this occasion and now having been re-elected, the pro-people's policies that has been implemented, and as a result of that, people-centric policies, today Kerala has not only the country's highest indicators of human development indices, but it also has a human development indices that match the European countries and in some aspects are much higher. That if this is possible in Kerala as a part of India, if this is possible in Kerala, where people can live harmoniously irrespective of which religion they belong to, whether they are atheist or a religious person, nobody in India, in Kerala questions. This is the only state in the country where anybody can come here, he will not be asked to identify himself on the basis of his religion or caste. He will be treated as a human being, and that is the way it should be, and that is the society. If this is possible in India, why is it not possible elsewhere in India? Why is it not possible that such conditions can be created in other parts of India? That is why these policies, this alternative, as a pro-people alternative, carrying that to the people and saying it is possible. It is possible to create such a society whereby equality, respect, democracy, and tackling the actual issues of people's day-to-day life can be done. It is being done in Kerala, and that is the way we should emulate in other parts of the country. That will be a part of the campaign of the CPI all over India. They saying that if it's possible in Kerala, why not rest of India? And in that process, target and expose this Modi government that is looting both our country and ruining the lives of our people. അവസാനമായി LDF കേരളത്തിൽ ജനപക്ഷ നിലപാടുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നാം LDF സർക്കാർ ജനപക്ഷ നടപടികൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. ഇതിന്റെ ഭാഗമായി കേരളം അഭിമാനകരമായ സ്ഥാനം കൈവരിക്കുകയുണ്ടായി. മാനവ വികാസ സൂചകങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന്റെ മറ്റു പല പ്രദേശങ്ങൾക്കും കേരളം ഒരു മാതൃകയാണ്. മാനവ വികാസ സൂചകങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം നിൽക്കാനും ചില സൂചകങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ മികവ് കൈവരിക്കാനും ഈ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. എങ്ങനെയാണ് കേരളത്തിന് ഇത് കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങൾക്ക് ഇത് കഴിയാതെ വരുന്നത്? കേരളത്തിന്റെ പ്രത്യേകത, കേരളത്തിന് മാത്രമുള്ള ഇന്നത്തെ ഇന്ത്യയിലെ പ്രത്യേകത മതത്തിന്റെ അതിരുകൾക്ക് അതീതമായി മനുഷ്യരെ സമീപിക്കുന്നു എന്നുള്ളതാണ്. കേരളം ഇന്ത്യയുടെ മറ്റെല്ലാ പ്രദേശങ്ങളും വ്യത്യസ്തമായി ഇവിടെ ഏതൊരാൾക്കും മതത്തിന്റെ വിഭജനങ്ങളില്ലാതെ കടന്നു വരാമെന്നുള്ളതാണ്. കേരളത്തിലേക്ക് വരുന്ന ഏതൊരാളെയും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെന്ന നിലയിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത് കേരളത്തിൽ സാധ്യമാകുന്നു, എന്തുകൊണ്ട് ഇന്ത്യയിൽ മറ്റിടങ്ങളിൽ സാധ്യമാകുന്നില്ല? ഇത് രാജ്യമാകെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തുല്യതയുടെ അടിസ്ഥാനത്തിൽ, ജനാധിപത്യ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വികസന സമീപനത്തിന്റെ കാര്യത്തിൽ ഈ ബദൽ സമീപനം ഈ രാജ്യമാകെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക്, മറ്റ് പ്രദേശങ്ങളിലേക്ക് കേരളത്തിന്റെ ഈ വികസന മാതൃക
എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരവേല ഏറ്റെടുക്കണമെന്നാണ് CPIM കരുതുന്നത്. എന്തുകൊണ്ട് കേരളം, എന്തുകൊണ്ട് മറ്റിടങ്ങളിൽ സംഭവിക്കുമില്ല എന്നുള്ളത് മോഡി സർക്കാരിനെയും BJPയും തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരവേലയുടെ ഭാഗമായി നടത്തണം എന്ന ഉത്തരവാദിത്വം CPIM ഏറ്റെടുക്കുന്നു. So finally, my dear comrades and friends, people of Kerala have given immense love to this red flag. They have immense respect and they have with courage fought for their rights under the red flag. That gives us both not only support but also the confidence that this is possible and this can be taken up in other parts of India. So while appealing to all of you to continue with not only with your support but to further strengthen the support so that we can create a new social order, a new life for our children, for our future, at the same time to come forward, to carry this struggle forward in the rest of India so that we can create a better India. We can first save India today and create a better India tomorrow, whereby the respect for equality, irrespective of caste, class or gender, irrespective of caste, creed or gender, that can be established as a universal truth, while working for the improvement in the lives of our people, eventually to move towards an exploitation-free society. That is the direction that the CPM has chosen to move forward on, and I would call upon the people of Kerala and through you, the people of India, to extend their full support so that together we can save India and change India for the better in the days to come. Thank you very much. My red salutes to all of you. കേരളം ചെങ്കൊടിയെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്നു. കേരളം ചെങ്കൊടിയെ ചേർത്ത് പിടിക്കുന്നു. കേരളത്തിന്റെ ഈ ചെങ്കൊടിയോടും ഈ പ്രസ്ഥാനത്തോടുമുള്ള സ്നേഹമെന്നുള്ളത് പിന്തുണ മാത്രമല്ല, ഇന്ത്യയിൽ മാറ്റം സാധ്യമാകുമെന്ന ആത്മവിശ്വാസം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പകർന്നു നൽകുന്നു. ഇന്ത്യ മാറ്റാൻ കഴിയും. ഇന്ത്യയിലെ മറ്റിടങ്ങളിലേക്കും ഈ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പുതിയ സാമൂഹ്യ ക്രമം നമ്മുടെ ഭാവിക്കും, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്കും, നമ്മുടെ കുട്ടികളുടെ ഭാവിക്കും വേണ്ടി സാധ്യമാകും. അവരെ കേരളം ഇന്ത്യക്ക് വഴിവെളിക്കുകയാണ്. ഇന്ത്യയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. ഇന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നത് നല്ലൊരു ഇന്ത്യ നാളെ കെട്ടിപ്പടുക്കാനുള്ള മുന്നുപാധിയാണ്. മതത്തിന്റെയും ജാതിയുടെയും അതിരുകൾക്കപ്പുറത്തേക്കുള്ള വികാസമായ ലോകതത്വം എന്നുള്ളത് ചൂഷണ വിമുക്തമായ ഒരു ലോകം മനുഷ്യൻ ആഗ്രഹിക്കുന്നുമുള്ളതാണ്. ആ പോരാട്ടം നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം, ഒന്നിച്ച് ശക്തിപ്പെടുത്താം. നമുക്ക് ഇന്ത്യയെ സംരക്ഷിക്കാം, നമുക്ക് ഇന്ത്യയെ മാറ്റി തീർക്കാം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഒരറിയിപ്പാണ്. കേളകം പഞ്ചായത്തിലെ വളയഞ്ചാലിൽ നിന്ന് ഒരുമിച്ച് വന്ന മടത്തേടത്ത് ചാക്കോ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട്. ചാക്കോ ഈ പരിസരത്തെങ്ങാനുണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ ഇടതുഭാഗത്ത് വന്നാൽ നന്നായിരുന്നു. ബന്ധുക്കൾ കാത്തിരിക്കുന്നുണ്ട്. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ വിജയകരമായ സമാപന ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഇവിടെ പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ ഒരു പാർട്ടി കോൺഗ്രസ്സാണ് കണ്ണൂരിൽ വെച്ച് നടന്നത്. അത് പൂർണ്ണ വിജയത്തിലായി എന്നത് എല്ലാ രീതിയിലും നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ഇക്കാര്യത്തിൽ സഹകരിച്ച നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ വിഭാഗക്കാർക്കും ആദ്യമായും കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ.
ബാങ്ക് വിളി, അതുകൊണ്ട് കുറച്ച് സമയം നിർത്താമോ? ഇത്തരത്തിൽ വിജയകരമായ സമ്മേളനം പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും അഭിമാനവും സന്തോഷവും ഉണ്ടാകും. പക്ഷെ അതോടൊപ്പം ഞങ്ങളുടെ എല്ലാം മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ ഇന്നുണ്ടായ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് MC ജോസഫൈൻ ദേഹാസ്വാസ്ഥ്യം മൂലം ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. വലിയ തോതിലുള്ള ഹൃദയാഘാതമാണ് പിന്നീട് സംഭവിച്ചത്. ഇന്ന് ഉച്ചയോടെ ആ വിവരമറിഞ്ഞ സമ്മേളനം അതിൻ്റെ ഭാഗമായി അവരുടെ ദുഃഖത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയുണ്ടായി. അത്തരമൊരു ദുഃഖകരമായ സംഭവത്തിന് ഈ സമ്മേളനത്തിന് ഇടയിൽ ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വന്നു. ഇവിടെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പാർട്ടിയുടെ സമുന്നതരായ എല്ലാ നേതാക്കളും ഈ സ്റ്റേജിലിട്ട് അതിൽ 3 പേര് ഇനി സംസാരിക്കാനുമുണ്ട്. അപ്പം നമ്മൾ തമ്മിൽ ഇടക്കിടക്ക് കാണുന്നത്, ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് കാണൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടക്ക് കാണുന്നവരായതുകൊണ്ട് ഒരു വിശദമായ പ്രസംഗത്തിലേക്ക് കടക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇനിയുള്ള പാർട്ടി നേതാക്കളുടെ പ്രസംഗം കേൾക്കുക എന്നത് നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പാർട്ടി സഖാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് അധ്യക്ഷൻ എന്ന നിലക്ക് പറയാൻ ഞാൻ തയ്യാറാകുന്നത്. ഇവിടെ CPIM-ൻ്റെ സമ്മേളനം തീരുമാനിച്ചതോടുകൂടി എല്ലാവരുടെയും സഹകരണവും പിന്തുണയും
ലഭിക്കുകയുണ്ടായി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വലിയ തോതിൽ കൊണ്ടു നടക്കുന്ന ചില ശക്തികൾ ഇപ്പോഴും നാട്ടിലുണ്ട്. അത് പഴയ നിലയിലല്ല, പക്ഷെ ആ ശക്തികൾക്ക് മാറാൻ പറ്റുന്നില്ല. അവരെ വിശ്വസിക്കുന്ന സ്ഥിതിയിൽ നിന്ന് ജനങ്ങൾ മാറിയിട്ടുണ്ട്. ജനങ്ങൾക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയാനും കഴിയുന്നുണ്ട്. എങ്കിലും ആകാവുന്നത്ര തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാകുമോ? അതാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ ഏറ്റവും പ്രധാന ജോലി എന്ന് വന്നിരിക്കുന്നു. ഈ കാര്യത്തിൽ സമ്മേളന നടപടികൾ ആരംഭിക്കുന്ന ഘട്ടം മുതൽക്ക് അതിൻ്റെ മുൻപ് തന്നെ ഈ തരത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റൊരു സമ്മേളനമായിട്ടാണ് കണ്ണൂർ സമ്മേളനം മാറിയത്. അതിന് കാരണം പാർട്ടിയുടെ ദിശാബോധം എല്ലാ സഖാക്കളും ഒരേപോലെ അർപ്പണബുദ്ധിയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സന്നദ്ധമാകുന്ന സ്ഥിതി, ഇതിൻ്റെ എല്ലാം ഭാഗമായി വന്ന അതിവിപുലമായ ഐക്യം, ഇതാണ് ഈ സമ്മേളനത്തിൽ പ്രകടമായത്. ഒരേ സമയം മാർക്സിസ്റ്റ് വിരുദ്ധവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം LDF വിരുദ്ധവുമായ റോൾ വഹിക്കണമെന്ന് ചിലർക്ക് വല്ലാത്ത നിർബന്ധം. അതിൻ്റെ ഭാഗമായി നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തോ വ്യത്യസ്ത ചേരികളുണ്ട് എന്ന് പ്രചരിപ്പിക്കാനുള്ളൊരു ശ്രമം. അതോടൊപ്പം കേരള ലൈൻ എന്ന് പറയുന്ന എന്തോ ഒന്നുണ്ട്. ഞങ്ങൾക്കാർക്കും നിശ്ചയമില്ലാത്തൊരു കാര്യമാണത്. ഞങ്ങളെല്ലാം പാർട്ടിയുടെ അഖിലേന്ത്യാ നയം നടപ്പിലാക്കാൻ നിലകൊള്ളുന്നവരാണ്. ഞങ്ങളായിട്ട് പ്രത്യേകമായി എന്തെങ്കിലും ഒരു നയം മുന്നോട്ട് വെക്കുന്നതിനെയുമില്ല. CPIM-നകത്ത് ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് വല്ലാത്തൊരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടന്നത്. പാർട്ടി സമ്മേളനം സമാപിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇതേ നില തുടരുന്നതായിട്ട് നമുക്ക് കാണാം. അതിനിയും തുടരും. അതോടൊപ്പം കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതെന്തോ തെറ്റായൊരു കാര്യമാണ് എന്ന രീതിയിലുള്ള പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. കേരളം മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് ഇവരുടെ ശാഠ്യം. അല്ലെങ്കിൽ LDF-ൻ്റെ കാലത്ത് മുന്നോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡ് എടുത്താൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടൽ പ്രവർത്തനം നടക്കുകയാണ്. ആ പ്രവർത്തനം വളരെ നല്ല നിലയിലാണ് നടക്കുന്നത്. ഏതൊരാൾക്കും വല്ലാത്തൊരു കുളിർമ മനസ്സിൽ അനുഭവപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. കാരണം ഇതിവിടെ നടക്കില്ല എന്ന് കരുതിയാണ്, ഇപ്പം നടക്കുമെന്നായി. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി LDF സർക്കാർ നടത്തിയ ശ്രമം തെറ്റായിപ്പോയോ? നേരത്തെയുള്ള സർക്കാർ അത്തരമൊരു ശ്രമം നടത്താതിരുന്നത് ശരിയായോ? നേരത്തെ അത് നടന്നിരുന്നുവെങ്കിൽ 5000 കോടിയിൽ പരം രൂപ നമുക്ക് ചെലവഴിക്കേണ്ടി വരില്ലായിരുന്നു. കാരണം നാഷണൽ ഹൈവേ വികസനം കേന്ദ്ര ഗവൺമെൻറ് നടത്തേണ്ടതാണ്. നടത്തേണ്ട സമയത്ത് നമ്മൾ നടത്താൻ തയ്യാറാകാത്തത് കൊണ്ട് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം ആരംഭിച്ചപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ കൂടുതൽ പൈസ ചിലവാകുന്നു, സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് തരണമെന്ന് പറയുന്നിടത്ത് കേന്ദ്ര ഗവൺമെൻറ് എത്തുന്നു. അവസാനം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്ത് 25% സംസ്ഥാനം തന്നാൽ ബാക്കി കാര്യം ഞങ്ങൾ ചെയ്യാം എന്നവരേൽക്കുന്നു. ആ 25% 5000 കോടിയിലധികം രൂപയാണ്. ഈ പറയുന്നവർക്ക് അതൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പൂർത്തിയായി. കുറച്ച് നാൾ കഴിയുന്നതോടെ നമ്മുടെ വീടുകളിൽ പൈപ്പിലൂടെ ഗ്യാസ് എത്താൻ പോവുകയാണ് അടുക്കളയിൽ. മറ്റ് വ്യവസായങ്ങൾക്കുള്ള കാര്യം വേറെ കിടക്കുന്നുണ്ട്. പക്ഷേ പവർ കോർപ്പറേഷൻ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് നടപ്പാക്കാനാകില്ല എന്ന് കണ്ട് വിട്ടുപോയതാണ്. അത് LDF സർക്കാർ പ്രാവർത്തികമാക്കിയത് തെറ്റായിപ്പോയോ? നേരത്തെ അത് നടപ്പാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത UDF സർക്കാരിൻ്റെ നടപടി ശരിയായിരുന്നോ? ഇപ്പോൾ കൂടംകുളത്തുള്ള വൈദ്യുതി എടമൺ കൊച്ചി പവർ ഹൈവേ വഴി എറണാകുളത്ത് എത്തുന്നുണ്ട്. അത് ദീർഘകാലമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. LDF സർക്കാർ അത് പൂർത്തിയാക്കുന്നു. നേരത്തെ പൂർത്തിയാക്കാതിരുന്നത് ശരിയായ നടപടിയായോ? ഇത് പൂർത്തിയാക്കിയത് തെറ്റായിപ്പോയോ? നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് നിന്ന് ബേക്കലിൽ മുതൽ തിരുവനന്തപുരത്ത് കോവളം വരെയുള്ള ഒരു ജലപാത ദശാബ്ദങ്ങളായുള്ള നമ്മുടെ ഒരു സ്വപ്നമാണ്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുകയാണ്. ആ പ്രവർത്തനം ത്വരിതഗതിയിൽ നടന്നത് തെറ്റാണോ?
ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിപ്പേരുള്ള കേരളത്തിൽ 600ഓളം കിലോമീറ്റർ കേരളത്തിൽ വരുന്നൊരു സഞ്ചാരിക്ക് ബോട്ടിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് വരുമ്പോൾ ആ വഴി നീളെ ഒരു 50 കിലോമീറ്ററിനുള്ളിൽ ടൂറിസ്റ്റ് സങ്കേതങ്ങൾ ഒരുക്കി വരുമ്പോൾ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറില്ലേ? അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന LDF സർക്കാരിൻ്റെ നിലപാട് തെറ്റാണോ? ഇക്കാര്യത്തിൽ ഒരു കാര്യവും നേരത്തെ ചെയ്യാതിരുന്ന UDF സർക്കാരിൻ്റെ നിലപാട് ശരിയായിരുന്നോ? നാഷണൽ ഹൈവേ വന്നതുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ യാത്രാ സൗകര്യങ്ങളാകെ പൂർത്തിയാകില്ലല്ലോ. ഒരു ഭാഗത്ത് മലയോര ഹൈവേ വരുന്നു, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ വരുന്നു. കിഫ്ബിയിലൂടെ 10,000 കോടിയിൽ പരം രൂപ ഇതിനായി വകയിരുത്തി അത് നടപ്പാക്കാൻ LDF സർക്കാർ ശ്രമിക്കുന്നു. അത് തെറ്റായിപ്പോയോ? ഈ ഹൈവേകൾ വരുന്നത് നമ്മുടെ നാടിന് ആവശ്യമല്ലേ? ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകള്, പാലങ്ങള്, മറ്റ് പശ്ചാത്തല സൗകര്യങ്ങള് നമ്മുടെ ബജറ്റിലുള്ള ശേഷിക്ക് പുറമെ കിഫ്ബിയുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലായിടങ്ങളിലും വലിയ തോതിൽ മാറി വരുന്നു. നാട്ടിലാകെ മാറ്റം വന്നിരിക്കുന്നു. അത് തെറ്റായിപ്പോയോ? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ തകർച്ച പൊതുവിദ്യാഭ്യാസ തൽപരരായ എല്ലാവരെയും വേദനിപ്പിച്ചതായിരുന്നു. ഇപ്പോ ആ രംഗത്ത് ഇപ്പോഴല്ല, 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ രംഗത്ത് സ്വീകരിച്ച നടപടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആകെ മാറ്റിയില്ലേ? ഇന്ന് ആരെങ്കിലും പൊതുവിദ്യാഭ്യാസത്തിന്റെ തകർച്ചയെപ്പറ്റി വേദനിക്കുന്ന മനസ്സോടെ നടക്കേണ്ടി വരുന്നുണ്ടോ? ഞാനതിൻ്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ. ഇത് തെറ്റായിപ്പോയോ? കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം ഇപ്പോ മനസ്സമാധാനത്തോടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിൽക്കാൻ കഴിയുന്നില്ലേ? നമ്മുടെ ആരോഗ്യരംഗം കോവിഡ് വന്നപ്പോ വികസിതം, ലോകത്തിലെ തന്നെ ഏറ്റവും വികസിതം എന്ന് പറയുന്ന രാഷ്ട്രത്തിലടക്കം നടന്ന കാര്യങ്ങൾ നമ്മളെല്ലാം ഞെട്ടിച്ചതാണ്. കോവിഡ് മഹാമാരിക്ക് കേരളത്തിന്റെ ആരോഗ്യശേഷിയെ മറികടക്കാൻ കഴിഞ്ഞോ? നമ്മുടെ ബെഡുകൾ, ICU ബെഡുകൾ, ഓക്സിജൻ ബെഡുകൾ, വെന്റിലേറ്ററുകൾ, ഇതിലെവിടെയെങ്കിലും കോവിഡ് എന്ന മഹാമാരിക്ക് കേരളത്തിന്റെ ആരോഗ്യശേഷിയെ മറികടന്നു പോകാനായോ? എന്തേ? നാം ആ രംഗത്ത് സ്വീകരിച്ച നടപടി കാരണം ആർദ്രം മിഷൻ, ആശുപത്രികൾ സജ്ജമാക്കിയത്, ബജറ്റിലുള്ള പണത്തിന് പുറമെ കിഫ്ബിയിലൂടെ നാം കണ്ടെത്തിയ പണം ആരോഗ്യരംഗത്തെ ആകെ മാറ്റിയില്ലേ? ഇത്തരത്തിലുള്ള ഒട്ടേറെ നടപടികൾ ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണല്ലോ സ്വീകരിച്ചത്. നാട് അത് പൂർണ്ണമായി തിരിച്ചറിയുന്നുണ്ടല്ലോ. 600 രൂപയായിരുന്നു നേരത്തെ ഇവിടെ ക്ഷേമ പെൻഷനായിട്ടുണ്ടായിരുന്നത്.
ഇന്നത് 1600 രൂപയാണ്. നമ്മുടെ സംസ്ഥാനത്തെ പാവപ്പെട്ടവരോടുള്ള LDF സർക്കാരിന്റെ സമീപനമാണത്. ഇവിടെ ക്ഷേമപ്രവർത്തനങ്ങൾ കൃത്യതയോടെ നടന്നല്ലോ. അത് തെറ്റായിപ്പോയോ? നമ്മുടെ നാട്ടിലെ വികസനം പാടില്ല പോലും. ഈ പറയുന്ന കേരളിന്റെ കാര്യത്തിൽ UDF-നാകാം, അവർക്ക് അതിവേഗ റെയിലാകാം. അത്രത്തോളം വേഗത്തിൽ പോയാൽ വളരെ ചുരുക്കം സ്റ്റോപ്പുകളേ ഉണ്ടാവും. അതിനാണ് മാറ്റം വരുത്തിയത്. പക്ഷെ അത് LDF ചെയ്യാൻ പാടില്ല. ഇതിന് കേന്ദ്ര അനുമതിയാണ് ലഭിക്കേണ്ടത്. കേന്ദ്ര അനുമതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി അടക്കം കണ്ടത്. അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുമായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ എയിംസിന്റെ കാര്യം അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എയിംസ് ചില സംസ്ഥാനത്ത് കൊടുത്തിട്ട് അവർ പൂർത്തിയാക്കിയില്ല. ഞങ്ങൾ പറഞ്ഞ് കേരളത്തിൽ തന്നു നോക്ക്, ഞങ്ങളത് നടപ്പാക്കാന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കതറിയാം, നിങ്ങളത് വേഗം നടപ്പാക്കുമെന്ന് എനിക്കറിയാം എന്ന് അദ്ദേഹം അപ്പോൾ പറയുകയാണ്. ഇവിടെ LDF-ന്റെ കാലത്തൊന്നും നടക്കാൻ പാടില്ല എന്നതാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്ന ന്യായം. അതിൽ നാം കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ രാഷ്ട്രീയമായി ഞങ്ങൾ എതിർക്കുന്നവര് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഞങ്ങൾ എതിർക്കട്ടെ. പക്ഷെ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ ആ പദ്ധതി നാടിന്റെ വികസനത്തിനാണ്. നാടിന് വികസനം വേണ്ടേ? ഇന്നുള്ളവർക്കല്ലോ അത്, നാളത്തെ തലമുറക്കല്ലേ, നാടിന്റെ ഭാവിക്ക് വേണ്ടിയല്ലേ. അത് തടയാൻ നിൽക്കാമോ? അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്ന് വെക്കുക. ഞങ്ങൾ നിഷ്പക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ചിലരുണ്ടല്ലോ. വൈകുന്നേരം വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചിലരുണ്ടല്ലോ. എന്തേ അവരുടെ നിലപാട്? ഇവർക്കൊക്കെ നാടിനോടാണോ താല്പര്യം? നാടിനോടാണ് താല്പര്യമെങ്കിൽ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിനെ പിന്താങ്ങണം. അതിനെതിർക്കുന്നവരെ തുറന്നു കാണിക്കാൻ തയ്യാറാകണം. സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ? അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാം. പരിശോധിക്കാനും തിരുത്താനും ഞങ്ങൾ തയ്യാറാകും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇപ്പോൾ റെയിൽ പ്രോജക്റ്റിന്റെ കാര്യത്തില് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണല്ലോ കാര്യമായിട്ട് പറയുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇപ്പൊ തന്നെ കാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കേരളയിൽ നടപ്പാകുന്നതോടുകൂടി പരിസ്ഥിതിക്കുണ്ടാകുന്ന ഗുണം ഏറ്റവും വലുതാണ്. കാർബൺ ബഹിർഗമന തോത് വലിയ തോതിൽ കുറക്കാൻ കഴിയും. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന്റെ വിശദമായ പഠനം നടത്തുകയാണ്. ഞങ്ങള് പരിസ്ഥിതി എന്തോ ആയിക്കോട്ടെ, വികസനം മാത്രം മതിയെ ചിന്തിക്കുന്നവരല്ല. അപ്പൊ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? ആ പ്രശ്നം പ്രശ്നമായിട്ട് ഉന്നയിക്കുകയാണല്ലോ വേണ്ടത്. നമ്മുടെ നാടിന്റെ വികസനത്തെ തടയുന്നത് നിൽക്കുകയല്ല വേണ്ടത്.
എന്ത് നിലപാട് ഇത്തരം ആളുകൾ സ്വീകരിച്ചാലും നാടിൻ്റെ വികസനത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് LDFനുള്ളത്, CPIMനുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞത്. പ്രകടന പത്രിക ജനങ്ങളെ പറ്റിക്കാനുള്ള ഒന്നല്ല. നേരത്തെ 2016 പുറപ്പെടുവിച്ച പ്രകടന പത്രികയിൽ 600 ഇനമായിരുന്നു. 580 ഇനം നടപ്പാക്കിയ സർക്കാരാണ് കഴിഞ്ഞ LDF സർക്കാർ. അതാണ് ഒരു ഭാഗത്തുകൂടെ കേന്ദ്ര ഏജൻസികൾ, മറുഭാഗത്തുകൂടെ ഞങ്ങളെ കയ്യിലാണ് ഈ നാട് മുഴുവൻ എന്ന് അഹങ്കരിക്കുന്ന കുറെ അന്തിച്ചർച്ചക്കാരും പിന്നെ എന്തും എഴുതാൻ തയ്യാറുള്ളവരും എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാൻ വന്നപ്പോഴും ജനങ്ങൾ കൃത്യമായ ധാരണയോടെ അവയെല്ലാം അവഗണിച്ച് LDFന്റെ കയ്യിൽ വീണ്ടും അധികാരം ഏൽപ്പിക്കുന്ന നില വന്നത്. അത് നാടിന്റെ വികസനത്തിനു വേണ്ടി നിങ്ങൾ ചെയ്തോളൂ കാര്യങ്ങൾ എന്ന് ജനങ്ങൾ വിധിച്ചതാണ്. ആ വിധി അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് തടഞ്ഞു കളയാമെന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പിപ്പിടി കാട്ടി അതിൻ്റെ മേലെ ഭയന്നു പോകുന്നവരല്ല ഞങ്ങളെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ്. ഇപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറണം. ഒട്ടേറെ നടപടികൾ ഈ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചു. LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും നടപ്പാക്കുന്നതിൻ്റെ നടപടികളിലേക്ക് കടന്നു. പറഞ്ഞാൽ നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് മറ്റ് നേതാക്കളുടെ സംസാരം ദീർഘമായി കേൾക്കാനുള്ളതാണ്. അതുകൊണ്ട് വിശദമായി അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ്. ഈ നാട് വികസിക്കണം. നമുക്ക് വേണ്ടിയല്ല, നാളത്തെ തലമുറക്ക് വേണ്ടി, നമ്മുടെ നാടിൻ്റെ നാളേക്ക് വേണ്ടി. അതിനുവേണ്ടി നമുക്ക് ഒന്നായി നിൽക്കാം, ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചു നീങ്ങാം. അതിനാണ് ഈ പാർട്ടി കോൺഗ്രസ് പൂർണ്ണമായ പിന്തുണ നൽകിയിരിക്കുന്നത്. LDF സർക്കാരിനോട് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് പാർട്ടി കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. ആ കരുത്തോടെ, കൂടുതൽ ഊർജത്തോടെ ഈ കേരളത്തിന്റെ വികസന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അടുത്തതായി സംസാരിക്കാൻ സഖാവ് ബൃന്ദ കാരാട്ടിനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. Dear Comrade Pinarayi Vijayan, President of this huge and historic meeting, dear Comrade Sitaram Yechuri, our General Secretary, members of the Politburo, the Central Committee, Priyapata Sahodari, Sahodaran Mare, Viplavi Avivadingal, I would first like to pay my homage to our dear comrade MC Josephine. It was such a shocking, unexpected tragedy that happened this morning when we lost our dear comrade.
I'm sure that all of us at the Party Congress who paid homage to her, when we go back to our states, we will hold our condolence meetings, and along with the people of Kerala, and especially the women of Kerala, we will pay our tributes to Comrade Josephine, her work, her contribution to build the women's movement and the left movement. ഈ വമ്പിച്ചതും ചരിത്രപരവുമായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പിണറായി വിജയൻ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കേന്ദ്ര കമ്മിറ്റിയിലെയും PBയിലെയും മെമ്പർമാരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായും ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി വന്നു ഭവിച്ച ഒരു ദുഃഖത്തിൽ MC ജോസഫൈൻ്റെ അകാലമായ വേർപാടിൽ അത്യഗാധമായ ദുഃഖം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സമ്മേളനത്തിൻ്റെ ഭാഗമായി അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയുണ്ടായി. അനുശോചന യോഗവും ഞങ്ങൾ നടത്തുകയുണ്ടായി. കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അവർ നൽകിയിട്ടുള്ള സംഭാവനക്കും സ്ത്രീകളുടെ മേഖലയിൽ അവർ നിർവഹിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുമെല്ലാം വലിയ നിലയിൽ അവരുടെ സംഭാവനയെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടികൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുന്നതാണ്. We are proud and privileged to be here in Kannur. Rakta Sakshi Kalude, Raktam Konda Chuvanna, Kannurle Janangalka Lal Salam Red Salute. No translation is needed. They can understand it. Sometimes the accent is quite bad, so. It has been a historic Congress, and all the delegates, more than 750 delegates and observers, coming from all parts of India, went back with one resolve: how to strengthen the party, how to strengthen the red flag, how to build the strongest links with the people to fight this corporate capitalist communal regime, to fight against the class exploitation and loot, the workers, the peasants, the poor, the women, the student, the youth. Those fighting sections were all represented in this historic 23rd Party Congress. ഈ പാർട്ടി കോൺഗ്രസ് ഒരു ചരിത്രപരമായ പാർട്ടി സമ്മേളനമാണ്. രാജ്യത്തിൻ്റെ നാനാ മേഖലയിൽ നിന്നും നിരീക്ഷകരും പ്രതിനിധികളുമായി 750-ലേറെ പ്രതിനിധികൾ ഈ കോൺഗ്രസിൽ പങ്കെടുക്കുകയുണ്ടായി. അവരൊറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ആലോചിച്ചത് എങ്ങനെയാണ് നമ്മുടെ പാർട്ടിയെ, രക്തപതാകയെ ശക്തിപ്പെടുത്താനാവുക എന്നുള്ളതാണ്. ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ, അവരുടെ ഐക്യത്തിലൂടെ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളെ ആകത്തിന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥക്കെതിരായി സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, മഹിളകൾ, തൊഴിലാളികൾ, അധ്വാനിക്കുന്നവർ, പാവങ്ങൾ, ഇവരുടെ എല്ലാം ഒരു ഐക്യത കെട്ടിപ്പടുത്തുകൊണ്ട് ഇതിനെ ഫലപ്രദമായി എങ്ങനെ ചെറുക്കാം എന്ന കാര്യമാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ഗൗരവത്തോടെ ആലോചിച്ചത്. There are many today in India who would like to believe that the left movement, the communist movement, has been weakened. There are many today, those anti-communist forces, who have declared that now the left movement is not there. ഇന്ത്യയിൽ ധാരാളം ആളുകൾ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം ദുർബലപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ധാരാളം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ഈ പ്രസ്ഥാന ഭാഗത്തുനിന്ന് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ആശ്വസിക്കുന്നവരുണ്ട്.
But in this party Congress, we heard about the tremendous struggles which have been fought in the last 4 years under this red flag, under the leadership of the CPIM. So many struggles which have been supported by the CPIM. When lakhs of Kisans came out on the streets of India, the red flag supported the United Kisan movement, and it was the strength of the movement which forced the Modi government to withdraw the black farm laws. ഈ സമ്മേളനം ഈ കഴിഞ്ഞ 4 വർഷങ്ങളിൽ എങ്ങനെയാണ് ചെങ്കൊടിയുടെ ഈ പ്രസ്ഥാനം രാജ്യത്തുള്ള ജനങ്ങളുടെ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങളെ സംഘടിപ്പിക്കുകയും നയിക്കുകയും സഹായിക്കുകയും ചെയ്തത് എന്ന കാര്യമാണ് ചർച്ച ചെയ്തത്. രാജ്യത്തെമ്പാടും നടന്നിട്ടുള്ള എണ്ണമറ്റ പോരാട്ടങ്ങൾ, ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് കൃഷിക്കാർ തെരുവിലിറങ്ങിക്കൊണ്ട് നടത്തിയിരിക്കുന്ന ഉജ്ജ്വലമായ കർഷക പോരാട്ടം, ആ പോരാട്ടത്തിന് മുമ്പിൽ കീഴടങ്ങാൻ ഗവൺമെന്റ് നിർബന്ധിക്കപ്പെട്ടത് ഈ പ്രസ്ഥാനത്തിന്റെ പിൻബലത്തിന്റെ ഫലമായിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ കാണുകയുണ്ടായി. Today this Modi government and under its leadership, it wants to sell India. Who are the forces today who are coming out in united struggles to save India? The working class, under the joint leadership of the trade unions, have come out strongly. They have had strikes, they have had morchas, they have had demonstrations, they have united the workers to come forward to push back the anti-worker policies of the Modi government to save India from the maha sale of India's public assets. മോഡി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ വിൽക്കാൻ ശ്രമിക്കുകയാണ്. ആരാണ് ഇതിനെ ചെറുക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വരുന്നത്? രാജ്യത്തുള്ള പൊതുമുതലാകെ തന്നെ വിൽക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വരുന്ന ഈ നയങ്ങൾക്കെതിരായി രാജ്യത്ത് അധ്വാനിക്കുന്നവരുടെ നേതൃത്വത്തിൽ, തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ അതിനെ ചെറുക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. രാജ്യത്ത് വിൽക്കാനുള്ള നിലപാടുകളെ ചെറുത്തുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. Today in India, under this government, under its policies, my dear brothers and sisters, Adani, Ambani, the corporates, what is their earning? When the people of India were suffering, when the poor of India, lakhs of migrant workers, far away from their homes, were forced to walk back for miles and miles and miles. It was this government of the BJP RSS which was following policies which helped Adani, Ambani, Tata to earn more than 1,000 crore rupees in a single day, when 90% of India's working people cannot get an income of even 10,000 rupees a month. This is capitalism. This is the brutal face of capitalism. And we are proud that all through India, all through the country, in support of the workers and peasants, in support of the rural poor, in support of the Adivasis, in support of the Dalits, in support of the woman, the widow, who worked from morning till night without any help. We are proud, my dear friends. It was the red flag which came in support of the people, to mobilize the people, to unite the people, and to tell them you are not alone. We are there for the fight to get you your rights, to get you your dignity. ഇന്ത്യയിലെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദാനി അംബാനിമാരെ സഹായിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളാണ് ജോലിയില്ലാതെ സ്വന്തം ജോലി സ്ഥലങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ കാലത്ത് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുള്ളത്.
എന്നാൽ അവരെ സഹായിക്കുന്നതിനുള്ള ഒരു നിലപാടും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അദാനി, അംബാനി, ടാറ്റമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രാജ്യത്തുള്ള 90% അധ്വാനിക്കുന്നവർ മാസത്തിൽ 10,000 രൂപ പോലും വരുമാനമില്ലാത്തവരെ നിൽക്കുമ്പോൾ ഈ രാജ്യത്തിലെ സമ്പന്നന്മാരെ കൂടുതൽ സമ്പന്നരാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് അതാണ് മോഡി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇത് മുതലാളിത്തത്തിന്റെ ക്രൂരമായ മുഖമാണ്. ഇന്ത്യയിലാകെയുള്ള ജനങ്ങളെ, കഷ്ടപ്പെടുന്ന ജനങ്ങളെ, കൃഷിക്കാരെ, കർഷക തൊഴിലാളികളെ, ഗ്രാമീണ ജനതയെ, ദരിദ്രരെ, ആദിവാസികളെ, സ്ത്രീകളെ അവരെല്ലാം തന്നെ സംഘടിപ്പിക്കാനും അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കാനും മുന്നോട്ടേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ തീർച്ചയായും ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. On the one hand, the brutal face of capitalism, the brutal face of neoliberal policies, and on the other hand, the toxic poison of the RSS, its slogan of Hindutva, its slogan of hatred, its slogan of division. That is what India faced in the last 4 years. ഒരു ഭാഗത്ത് മുതലാളിത്തത്തിന്റെ ക്രൂരമായ മുഖം, നവലിബറൽ നയങ്ങളുടെ ക്രൂരമായ മുഖം, മറുഭാഗത്താവട്ടെ രാജ്യത്തുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, അവരെ ശത്രുക്കളായി തിരിക്കുന്ന വിഷലിപ്തമായിട്ടുള്ള RSSന്റെ വർഗീയ പ്രചാരവേല. ഇതാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. My dear friends, they started with trying to change the basis of citizenship in India. There's a constitution of India. It was born in the cradle of the freedom struggle. And that citizenship is based on the constitution of equal rights. But what did they do? They tried to bring a law and they brought a law. That law to divide people on the basis of religion, to discriminate on the basis of religion, to exclude the Muslim minority from the same citizenship rights. My dear friends, we are proud not only that the red flag was there in the struggle, but it was the Kerala government, it was the LDF government under Comrade Pinarayi Vijayan who first passed a resolution to say in Kerala that black anti-citizenship communal understanding will never be implemented. The first state to say that, and after that 10 more states in India followed the Kerala path. നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ ഉയർന്നു വന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്താണ്. ആ ഉയർന്നു വന്ന ആശയങ്ങളാണ് രാജ്യത്തിലെ ഭരണഘടനയുടെ ഭാഗമായി പൗരത്വ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താ? ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുക, പൗരത്വം ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആരാണ് ഇതിന് എതിരായിട്ട് നിലകൊണ്ടത്? അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും, അത് ഞങ്ങളാണ്. ഇവിടെ ഞങ്ങൾ ആ നിലക്ക് മുന്നോട്ട് വരിക മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയന്റെ ഗവൺമെന്റാണ് ഈ നിയമത്തെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രമേയം പാസാക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നത്. പിന്നീട് രാജ്യത്തുള്ള 10 ഗവൺമെന്റുകൾ ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നു. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. When using its brute majority in parliament, they wanted to destroy the most beautiful part of India, Kashmir. They are interested in territory, not in people. They wanted to destroy Kashmir by removing, abrogating the special Article 370. We are proud when we heard in this party Congress our comrades from Kashmir. We know under the leadership of Comrade Yusuf Tarigami, he was under house arrest for so many months. They tried to browbeat him. But yet, my dear friends, in Kashmir, in that corner of Kashmir, without any compromise, it is the red flag which stood for the rights of the people of Jammu and Kashmir against the communal attack of the BJP. പാർലമെന്റിലുള്ള ഭൂരിപക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ കാശ്മീർ നശിപ്പിക്കാൻ വേണ്ടിയാണ് BJPയുടെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ആരാണ് അതിനെതിരായി നിലകൊണ്ടത്?
രാജ്യത്തിലെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 നൽകുന്ന പ്രത്യേക അവകാശങ്ങൾ എടുത്തുകളയാനുള്ള നിലപാടുകളുമായി BJP ഗവൺമെന്റ് മുന്നോട്ടേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും, ചെറുക്കാൻ ശ്രമിച്ചത് മറ്റാരുമല്ല, ഞങ്ങളാണ്. കാശ്മീർ സഖാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ സർ യൂസഫ് തരിഗാമി അവിടുത്തെ പാർട്ടി നേതാവാണ്, ഒരുപാട് കാലമായി അദ്ദേഹം അവിടെ വീട്ടുതടങ്കലിലായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ നിലക്കുള്ള പോരാട്ടമാണ് കാശ്മീരിനകത്ത് ഞങ്ങൾ സംഘടിപ്പിച്ചത്. കാശ്മീരിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ജനങ്ങളുടെ കൂടെ നിന്ന് അവർ നേരിടുന്ന വർഗീയമായ ആക്രമണങ്ങൾക്കെതിരായി ഏറ്റവും ശക്തമായ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും, അത് നമ്മുടെ പാർട്ടിയാണ്. You will hear from our comrades from Tripura and Bengal, so I will not go into that. But yes, I want to say that the entire party, and in this party Congress, when we heard that over 250 comrades were butchered in West Bengal by the TMC, in Tripura, our party offices were attacked, our comrades' houses were attacked, in Bengal and Tripura, our women were attacked. And yet, my dear friends, my dear comrades, with the red flag in their hands, our comrades of West Bengal and Tripura are fighting back, they are resisting, and they are building the movement under the leadership of the CPIM. CPIM ബംഗാളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടതില്ല. 250ഓളം വരുന്ന സഖാക്കളെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ അവിടെ നഷ്ടപ്പെടുത്തിയത്. ത്രിപുരയിൽ ഞങ്ങളുടെ പാർട്ടി ഓഫീസുകൾക്ക് നേരെ വലിയ ആക്രമണം നടന്നു. വലിയൊരു പത്രമുള്ള ആക്രമണത്തെയാണ് ബംഗാളിലും ത്രിപുരയിലും ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ, അതിനെ ചെറുത്തുകൊണ്ട് ഈ ചുവന്ന പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബംഗാളിലെ സഖാക്കൾ, ത്രിപുരയിലെ സഖാക്കൾ ഇതിനെതിരായി ശക്തമായ നിലക്കുള്ള പോരാട്ടം അവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. My dear friends, this has been a period when the worst barbarities have been inflicted on the women of India. We have never seen the kind of horrific crimes against women, the brutality of it, the inhumanity of it. A Dalit woman, a young woman, gang raped because she is a Dalit in the villages of Hathras, and there's the BJP and the RSS coming out strongly in support of the perpetrators of the crime. We have seen in other parts of India how Adivasis, how Dalits, their basic rights, how they are being snatched away. And therefore, we are proud that in the fight for women's dignity, in the fight for the defense of the rights of Adivasis and Dalits, it is the red flag fighting for social justice, the red flag fighting for the rights and the dignity of women, which has been seen in the last 4 years. സ്ത്രീകൾക്കെതിരെ രാജ്യവ്യാപകമായ ആക്രമണങ്ങൾ ശക്തിപ്പെടുകയാണ്. ഇവിടെ വലിയ നിലക്കുള്ള ക്രിമിനൽ നടപടികൾ, അതിക്രൂരമായ നിലക്കുള്ള പീഡനങ്ങൾ സ്ത്രീകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് അതിനെതിരെ ചെറുക്കാൻ മുന്നോട്ടേക്ക് വരുന്നത്? ദളിത് സ്ത്രീകൾ, ആദിവാസി സ്ത്രീകൾ, അവരെല്ലാം വലിയ നിലക്കുള്ള പീഡനങ്ങൾ നേരിടുകയാണ്. ഈ സമീപ ദിവസങ്ങളിലാണ് ഒരു ദളിത് യുവതിയെ കൂട്ടബലാത്സംഗം നടത്താൻ വേണ്ടി ഈ ആളുകൾ മുന്നോട്ടേക്ക് വന്നത്. BJP RSS ശക്തികൾ ആ കുറ്റവാളികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ അവരുടെ കൂടെ നിന്ന് ആദിവാസികളുടെ, ദളിത് സ്ത്രീകളുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നയിക്കുന്നത് ഈ ചെങ്കൊടി ഉയർത്തപ്പെടുത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ്. സ്ത്രീകളുടെ പദവി സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ, ദളിതർ, അവരുടെ അവകാശം സംരക്ഷിക്കാൻ, സാമൂഹ്യ നീതിക്ക് വേണ്ടി രാജ്യത്താകെ നടക്കുന്ന പോരാട്ടങ്ങൾ ഞങ്ങൾ അഭിമാനത്തോടെ പറയട്ടെ, ആ പോരാട്ടങ്ങളുടെ മുമ്പിൽ ഈ പാർട്ടിയാണ്, ഈ ചെങ്കൊടിയാണ്. You have heard our major conclusion that all our energy, all our strength, our mobilization, our organization is together and united on the aim of defeating, of resisting the BJP and its anti-poor and its communal policies. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയും ഉത്തരവാദിത്വവും BJP മുന്നോട്ടേക്ക് വെക്കുന്ന ജനവിരുദ്ധ വർഗീയ നയങ്ങളെ ഫലപ്രദമായി ചെറുത്ത് പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. And the way to do it, our priority
is to strengthen the party, to strengthen the red flag, to strengthen our links with the poor, with the exploited, with the laboring classes of India. And in that struggle, my dear friends, Priyapata Saghagale, in that big struggle, a very important resource, inspiration for us is the alternative policy represented by the Kerala LDF government. When we talk about our independent strength, when we talk about our alternative vision, here in Kerala we have shown earlier in West Bengal, earlier in Tripura, there were so many important initiatives for the poor that we have taken. Today, when the anti-communist forces are in power, when we talk about building the independent strength of the red flag, of the CPIM, of the left movement, my dear friends, the Kerala government is the lighthouse for us. And we are happy and proud that in this party congress, a resolution was unanimously adopted which saluted the LDF government, which saluted the LDF, which saluted the LDF leadership, and most of all, it saluted the people of Kerala. എങ്ങനെയാണ് ബിജെപിയുടെ ഈ ജനവിരുദ്ധ ഗവൺമെന്റിനെ നമുക്ക് പരാജയപ്പെടുത്താനാവുക? ആ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനമായ മുൻഗണന നൽകേണ്ടത് നമ്മുടെ ബദൽ നയത്തിനാണ്. പാവങ്ങളെ, ചൂഷിതരെ സംഘടിപ്പിച്ചുകൊണ്ട്, സാമാന്യ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ബദൽ നയത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതിനുവേണ്ടിയുള്ള ബദൽ നയങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആവേശം, പ്രചോദനം നിങ്ങളുടെ ഈ സംസ്ഥാനമായിട്ടുള്ള കേരളമാണ്. കേരളത്തിലെ LDF ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന ബദൽ നയങ്ങളാണ്. ഒരു സ്വതന്ത്രമായ നയത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ, രാജ്യത്ത് ഇടതുപക്ഷം മുന്നോട്ടേക്ക് വെക്കുന്ന ബദൽ നയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ ഊന്നൽ കൊടുക്കേണ്ടത് ഈ കേരളത്തിലുള്ള ഗവൺമെന്റിന്റെ നയങ്ങൾക്കാണ്. ബംഗാളിലും ത്രിപുരയിലുമെല്ലാം നേരത്തെ ചില പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാജ്യത്തിനകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നയങ്ങളാണ്. വളരെ ആവേശത്തോടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും, രാജ്യത്തുള്ള ബദൽ നയങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ആളുകൾ ഒരു വിളക്കുമാടം കണക്കെ നോക്കിക്കാണുന്നത് ഈ കേരളത്തെയാണ്, കേരളത്തിലെ LDF ഗവൺമെന്റിനെയാണ്. ഒരു പ്രത്യേക പ്രമേയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അഖിലേന്ത്യാ സഭയിൽ അംഗീകരിക്കേണ്ടായി. ഈ കേരളത്തിലെ ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റിനെ, അതിന്റെ നേതാവിനെ, LDFനെ ഹൃദയംഗമായി വിഭാഗം ചെയ്യാനുള്ള ഒരു പ്രമേയമാണ് ഈ കാര്യത്തിൽ ഈ കഴിഞ്ഞ 23ാം കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ളത്. And the party congress has resolved to take the achievements of Kerala, to compare what Kerala has done to the rest of the country, to the BJP governments, to the Congress governments, to the governments of other regional parties. We say, look at the Kerala model, look at the Kerala Matrika, look at the Kerala path. പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത് വ്യത്യസ്ത മേഖലയിലുള്ള കേരള ഗവൺമെന്റിന്റെ നയങ്ങൾ രാജ്യത്താകെ പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയണമെന്നാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടങ്ങളെല്ലാം ഈ നയം നമുക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയണം. അവിടങ്ങളെല്ലാം നമുക്ക് പറയേണ്ടത് നിങ്ങൾ കേരളത്തെ നോക്കുക, കേരളത്തിലെ ബദൽ നയങ്ങൾ നോക്കുക എന്നുള്ളതാണ്. I read in the papers today that the leader of the Congress party in Kerala, he made a remark to say the entire party congress of the CPIM was to forge a line how to ally with the BJP. I don't know, I can't remember his name, but my dear friend, maybe you were looking in the mirror and seeing yourself when you talked about closeness with the BJP and the RSS. As far as we are concerned, as our General Secretary has said, cooperation with all who are prepared to come and join us in our struggle. Cooperation for the class struggle, cooperation for the mass struggle, and cooperation we want
for the Kerala model of development. Those who want to sabotage that development which is a pro-people development, I'm sure the people of Kerala and the people of India will understand their true worth. And therefore, my dear comrades, I will conclude with one slogan which I have heard very often. It's on social media, it's on many of the videos, and that is, my red flag, Ente Chenkudi. This red flag is my flag. This red flag is your flag. And we want to take this message all through India. People in Kerala who love that red flag, who have sacrificed so much for that red flag, my dear brothers and sisters, this party Congress has determined we will take that message throughout the country. I once again thank the Kerala comrades, the Kannur comrades, and especially, if I may say so, because with Comrade Pinarayi Vijayan's leadership, Comrade Kodiyara's leadership, Comrade M.V. Jayarajan, day and night along with his comrades, he has worked. So all of us are very grateful to him, to his colleagues, and to all the wonderful volunteers who gave so much of their time and energy to make this party Congress historic, successful, and the resolve and determination to go ahead. Thank you. Lal Salam, Red Salute. കോൺഗ്രസിന്റെ കേരളത്തിലൊരു നേതാവ്, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഈ കോൺഗ്രസ് ആലോചിക്കുന്നത് BJPയുമായി എങ്ങനെയാണ് യോജിക്കാനാവുക എന്നതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തോട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സ്വയം ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കുക. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇവിടെ പറയുകയുണ്ടായി, ഞങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നത് എങ്ങനെയാണ് വർഗസമരം ശക്തിപ്പെടുത്താനാവുക എന്നുള്ളതാണ്, എങ്ങനെയാണ് ജനകീയ പോരാട്ടം ശക്തിപ്പെടുത്താനാവുക എന്നുള്ളതാണ്, ജനങ്ങളുടെ ജനകീയ വികസനത്തെ എങ്ങനെയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഫലപ്രദമായ നിലക്കുള്ള ഒരു പങ്കാണ് ഈ കേരളം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ഞാൻ കാണുകയുണ്ടായി. എന്റെ ചെങ്കൊടി, തീർച്ചയായും അത് എന്റെ ചെങ്കൊടിയാണ്, നിങ്ങളുടെ ചെങ്കൊടിയാണ്, ഈ രാജ്യത്താകെയുള്ള സാധാരണക്കാരുടെ ചെങ്കൊടിയാണ്. ഈ സന്ദേശം രാജ്യത്താകെ എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ജീവത്യാഗം നടന്ന ഒരു മണ്ണാണ് നിങ്ങളുടെ ഈ കേരളം. ഈ സമ്മേളനം ഏറ്റവും വിജയകരമായി സംഘടിപ്പിച്ചത് കേരളത്തിലെ പ്രസ്ഥാനത്തെ, കണ്ണൂർ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് പിണറായിയുടെയും കോടിയേരിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഇവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി M.V. ജയരാജൻ എല്ലാ സമയത്തും ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ കോൺഗ്രസിനെ ഒരു ചരിത്ര സംഭവമാക്കി ഏറ്റവും വലിയ വിജയമാക്കി മാറ്റാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഈ പാർട്ടി കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി സഖാവ് മാണിക് സർക്കാർ സംസാരിക്കും. അദ്ദേഹത്തെ പ്രത്യേകമായി വിശേഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സഖാവ് മാണിക് സർക്കാരിനെ ക്ഷണിക്കുന്നു. Comrade Chairman of this mass meeting organized in connection with our 23rd Party Congress held here in Kannur, and the Politburo members sitting on the dais, Central Committee members, respected elders, mothers and sisters, brothers and friends, at the outset, I would like to convey my heartfelt greetings on behalf of the fighting people of Tripura to all of you. ബഹുമാനായ അധ്യക്ഷൻ, ഈ വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ PB അംഗങ്ങൾ, CC അംഗങ്ങൾ, പ്രിയമുള്ള
സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആദ്യമായി ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമമായ ആശംസകൾ അർപ്പിക്കുന്നു. ത്രിപുരയിലെ പോരാട്ടത്തിൽ നിൽക്കുന്ന സഹാക്കളുടെ ഉൾപ്പെടെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു. I am not going to take much of your time. Within a few minutes, I would like to tell something what is going on there in Tripura. Because from the party Congress, the political resolution which has been accepted, main call to the democratic-minded people of our country, secular-minded people of our country, obviously, of course, communist and lefts, that BJP has to be isolated and defeated because they are destroying everything. You have listened from our General Secretary in his introductory remarks. So, keeping that in mind, I will tell something what is going on there in Tripura under BJP regime. പ്രിയമുള്ളവരെ, ഞാൻ അധികം സമയമെടുക്കുന്നില്ല, ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയ പ്രമേയത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ച് പറഞ്ഞു, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം തകർക്കുന്ന, മതനിരപേക്ഷത തകർക്കുന്ന, രാജ്യത്തെ ആകെ തകർക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്ന BJPയുടെ സമീപനങ്ങളെപ്പറ്റി. Now it is a pertinent question to the people of Tripura that whether Tripura is part and parcel of India. That is the pertinent question. Why? Because the constitution of India does not work there in Tripura under BJP regime. Opposition are being threatened like anything. You have listened. Comrade Brinda Karat has mentioned how our party officials, our supporters' families, democratic-minded people are being attacked there. Not the Communist Party of India Marxist. Of course, it is in their focus. Other democratic forces too. Even, I am not hesitating to say, even Congress, they are also under attack. Though I must tell, BJP government could not come in Tripura in the last assembly election if Congress directly or indirectly should not extend their supporting hand to dislodge the left-front government and also helping BJP to come over there. Now they are also being attacked. ത്രിപുര ഇന്ത്യയുടെ ഭാഗമാണോ എന്ന ചോദ്യം തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി നമ്മുടെയൊക്കെ മുന്നിൽ സംശയമായി ഉയരുന്നത്, ചോദിക്കാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന, അതിൻ്റെ നിയമങ്ങൾ ഒന്നും നടപ്പിലാക്കപ്പെടാത്ത സ്ഥിതിയിലേക്കാണ് ത്രിപുരയിൽ കാര്യങ്ങൾ പോകുന്നത്. അവിടെ ജനാധിപത്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ, CPIM പ്രവർത്തകർ മാത്രമല്ല, ഇടതുപക്ഷ പ്രവർത്തകർ, CPIM പ്രവർത്തകർ, ജനാധിപത്യ വിശ്വാസികളെല്ലാം ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇത്തരമൊരു അവസ്ഥയുണ്ടായതിനെപ്പറ്റി തുറന്നു പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അത് കോൺഗ്രസിൻ്റെ സമീപനമാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കോൺഗ്രസ് പ്രവർത്തകർ അവിടെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എല്ലാം ചെയ്ത പ്രവർത്തനം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ ത്രിപുരയിൽ ഉണ്ടാകുമായിരുന്നില്ല. BJPയെ വരാൻ സഹായിക്കുന്ന നിലപാടെടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. You have listened. I have also listened, Comrade Pinarayi Vijayan's speech. He has been dealt the role being played by UDF, led by Congress here. How they have been trying their level best to create trouble against the left-front government here under the leadership of Communist Party of India Marxist. Keeping this in mind, I am telling you, the Congress in Kerala, they have not yet realized
what they have done in Tripura. In the last assembly election, in earlier assembly election, they secured 40%, more than 40% vote. But in this election, 2018 election, they secured less than 2% vote. Where are those votes gone? BJP, before this 2018 election, they got only 2.5% vote. But this time, 2018, they got 50% vote. Where from they got this vote? From left, only 7 to 8% vote, they are misled. But the large chunk of the vote of Congress, that actually gone in favor of BJP, and thus BJP came to power. So this is, I think, even today in Kerala, instead of fighting BJP, the way they are trying to create trouble in Kerala, they are rather trying to create trouble against the left-led government. This is a sorry state of affair. That's why I would like to tell something what this BJP is doing there in Tripura. നിങ്ങളിവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി സംസാരിച്ചത് കേട്ട് കാണും. കേരളത്തിൽ UDF ചെയ്യുന്ന പ്രവർത്തനങ്ങൾ LDFനെ തകർക്കാനും ആക്രമിക്കാനുമായി നടത്തുന്ന ശ്രമങ്ങളെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് എനിക്കൊന്ന് പറയാനുണ്ട്. എന്താണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നും കോൺഗ്രസ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ത്രിപുരയിലെ കാര്യം ഞാൻ പറയാം. ത്രിപുരയിൽ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 2018 മുമ്പുള്ള 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് 40% വോട്ട് കിട്ടുമായിരുന്നു. എന്നാൽ 2018 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വോട്ട് വലിയ തോതിൽ കുറഞ്ഞു. 2% വോട്ട് മാത്രമായി കോൺഗ്രസിന് തകർച്ചയുണ്ടായി. എന്നാൽ BJPക്ക് 2018 മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 2.8% വോട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2018 50%-ലധികം വോട്ട് വാങ്ങിയിട്ടാണ് BJP അധികാരത്തിലേക്ക് വന്നത്. ഇടതുപക്ഷത്തിൻ്റെ കുറച്ച് വോട്ട് പോയിട്ടുണ്ട്. 7% മുതൽ 10% വരെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ട് ആകെ പോയി. ഇത് കാണിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തകരുകയും BJP മുന്നോട്ട് വരികയും ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കാനും ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നതിന് പകരം അവർ ത്രിപുരയിലുള്ള BJPയുടെ അവസ്ഥയും കോൺഗ്രസിൻ്റെ അവസ്ഥയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് വേണ്ടത്. Why I have said that the Constitution of India does not work there in Tripura under BJP regime. During the last 4 years, Panchayat election, urban bodies election, Tripura tribal areas autonomous district council election, and also parliament election, 19th Lok Sabha. In all these elections, voters largely were not allowed to exercise their franchise freely and fearlessly. Broadly, under the leadership of BJP, all these elections have been rigged. In this way, they are trying to destroy the democratic rights, ethos of our country. This is what is BJP. ഭരണഘടനയുടെ അവസ്ഥയും ഭരണ നിയമങ്ങളും എന്തുകൊണ്ട് തകർന്നു എന്ന് പറഞ്ഞത് അവിടുത്തെ കഴിഞ്ഞ നാളത്തെ അനുഭവങ്ങൾ വെച്ചിട്ടാണ്. അവിടെ മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ത്രിപുരയിലെ ഓട്ടോണമസ് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ സ്വതന്ത്രമായി നടന്ന അനുഭവമാണുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ BJP അധികാരത്തിന് വന്നതിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രമായി നടക്കുന്നില്ല. ആളുകൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. തെരഞ്ഞെടുപ്പിനെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കുന്ന തരത്തിലേക്കാണ് BJP ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ BJP. The media, this is the 4th important pillar of our democracy. But under the regime of BJP there in Tripura, right and left, this media is under attack. Physically, more than 40 media persons, they have been attacked. Media houses are being attacked, ransacked, destroyed, looted. No action has been taken so far by the police there in Tripura.
under the regime of BJP. BJP-യുടെ ഈ ഭരണപരമായ കാര്യങ്ങളിലുള്ള ഇടപെടൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാത്രമല്ല, അവിടുത്തെ പത്രമാധ്യമ സ്ഥാപനങ്ങൾ വലിയ ആക്രമണത്തിനാണ് വിധേയമാകുന്നത്. 40 പത്രപ്രവർത്തകരാണ് വളരെ ക്രൂരമായി ഈ കാലഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ടത്. പത്രസ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ അതിനൊന്നും എതിരെ കേസെടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറാവുന്നില്ല. ആ തരത്തിൽ നിയമവാഴ്ചയില്ലാത്ത തരത്തിലേക്കാണ് BJP-യുടെ കീഴിൽ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. Crime against women. Every day it is growing like anything. Every day in the state of Tripura, on the national highway, 4 to 5 dead bodies are found. And among them, 1 or 2 women. No inquiry being undertaken. People are informing the police, here is a dead body. Police going there without undertaking any inquiry. Immediately they are making the statement, perhaps this is incident or they have committed suicide. This is what is going on. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം വളരെ രൂക്ഷമായി വർദ്ധിച്ചു വരുന്നൊരവസ്ഥയാണുള്ളത്. എല്ലാ ദിവസവും സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളെ പറ്റിയുള്ള വാർത്തകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ദേശീയപാതയിൽ നാഷണൽ ഹൈവേയിൽ സാധാരണ 4-5 ശവശരീരങ്ങൾ, അനാഥ ശവശരീരങ്ങൾ, ജഡങ്ങൾ കാണുന്ന അവസ്ഥയുണ്ട്. അതിനെ സംബന്ധിച്ച് അതിനകത്ത് 1-2 എങ്കിലും സ്ത്രീകളായിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇതിനെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ, അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടാൽ പോലീസ് വരുന്നു, അതൊരു സാധാരണ സംഭവം അല്ലെങ്കിൽ അപകടമാണ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ഉണ്ടാക്കുന്നു. ഇത്തരം അക്രമങ്ങളെ പറ്റിയൊന്നും അന്വേഷണം നടക്കുന്നില്ല. അത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നതിന്റെ ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്. Police has become wooden toy in the hands of the BJP government. They are being dictated by the BJP party, by RSS there. The people who have been attacked, whose houses have been looted, arsoned, their means of production, those have been destroyed. Even our mothers and sisters who have been attacked, their chastity have been looted. They cannot go to police station. Even despite all these things with brave, they are going to police station. Most of the police stations, police are not accepting their complaint, taking any record. Rather, they are advising that better you go and minimize all these things. Those who are opposing to that, police sitting in the chair of the officer of that particular police station, they are lodging complaint against them and they are trying to put them behind the bar. This is what is going on. Actually, in Tripura, under the regime of BJP, Jungle Raj is going. There is no rule of law. It is Jungle Raj is going. BJP ഭരണത്തിന് കീഴിൽ പോലീസ് മരപ്പാവ് കണക്കെയാണ്. അത് ഒന്നും ചെയ്യുന്നില്ല, ഒരാക്ഷനും എടുക്കുന്നില്ല. എന്ത് പരാതി വന്നാലും അവരുടെ തടവിൽ അവരുടെ ഒരു കളിപ്പാട്ടം പോലെ ഉപയോഗിക്കപ്പെടുന്ന ഒന്നായിട്ട് പോലീസിന് മാറിയിരിക്കുന്നു. ഈ പറഞ്ഞ പരാതികളെ പറ്റിയൊക്കെ ആളുകൾ പരാതി പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ധൈര്യപ്പെടുന്നില്ല. അത് രാഷ്ട്രീയ കേസുകൾ മാത്രമല്ല, അച്ഛനെയോ അമ്മയോ ആരെങ്കിലും ആക്രമിച്ചാൽ, വീട് കൊള്ളയടിച്ചാൽ, സ്ഥാപനങ്ങൾ കൊള്ളയടിച്ചാൽ, വ്യവസായ സ്ഥാപനങ്ങൾ കൊള്ളയടിച്ചാൽ അതിനൊന്നും പരാതി കൊടുക്കാനായിട്ട് ആളുകൾ പോകാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ പോയാൽ പോലീസ് അവരുടെ നേരെ വളരെ ശത്രുതാപരമായ നിലപാടാണ് എടുക്കുന്നത്. പലപ്പോഴും ഇത്തരം സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നതിനെതിരായി വല്ലതും വീണ്ടും ശബ്ദമുയർത്തിയാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഈ പരാതിക്കാരുടെ പേരിൽ കള്ളക്കേസ് എടുക്കുന്ന നിരവധി സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു നിയമവാഴ്ചയും, റൂൾ ഓഫ് ലോ ഇല്ലാത്തൊരു സംസ്ഥാനമായി, കാട്ടു നിയമങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനമായി ഇപ്പോ ത്രിപുര മാറിയിരിക്കുകയാണ്. Congress provincial party office at Agartala, that was also attacked by BJP supporters, miscreants I should say. Their leaders, who at one point of time deserting Congress, formed Trinamool Congress, joined to BJP, helped BJP to form government. They have deserted BJP, returned back to Congress, trying to organize people. At Agartala, their meeting was attacked. The leaders were attacked.
physically attacked. Why I am saying all these things? Now, if not all, large chunk of the BJP supporters, including their leaders, they have started realizing what mistake they have committed there. And now they are also saying, in any case, BJP should be prevented. But the Congress leaders, their workers here in Kerala, whether they are realizing all these things? Have they learned anything from Tripura? What their friends have been saying there in Tripura, in the BJP regime? But you are, without fighting BJP here in Kerala, those who are trying to create trouble ideologically, politically, organizationally, indirectly, with tacit understanding, you are trying to create trouble for the LDF government led by the Communist Party of India Marxist. What sort of stand you are taking? What is this approach? Please, I would approach to the common supporters of Congress and their high command, those who are sitting in Delhi. They should try to realize that one place they are saying something, at the other place they are doing something else. This volte-face will not work, that will not help Congress to regain strength and ground. That's why I have actually referred what is going on there in Tripura. കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ്, അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, അഗർത്തലയിലുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോലും ആക്രമിക്കപ്പെടുകയാണ്. അവിടെ ആ ഓഫീസ് അടിച്ചു തകർത്തു. അതിന് നേരെ നിരന്തരമായ അക്രമം ഉണ്ടായി. ഇതെല്ലാം BJP നേതൃത്വത്തിലാണ് നടക്കുന്നത്. നേരത്തെ BJP അധികാരത്തിൽ വരാനായിട്ട് അവരെ സഹായിച്ച് തൃണമൂൽ കോൺഗ്രസിനകത്ത് പോയ ആളുകളുണ്ട്. അവരിപ്പോൾ കോൺഗ്രസിനകത്തേക്ക് തിരിച്ചു വന്ന് കോൺഗ്രസ് പാർട്ടിയായി പ്രവർത്തിക്കുമ്പോൾ അവരെ ആക്രമിക്കുന്നു, ഓഫീസ് ആക്രമിക്കുന്നു. മുൻപ് BJPയെ സഹായിച്ചിരുന്ന ആളുകൾ പോലും ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ ഈ BJPയെ സഹായിച്ചത് അപകടമായി പോയി, തെറ്റായിപ്പോയി, അതുകൊണ്ട് BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം, ഇവർ തോൽപ്പിക്കപ്പെടണമെന്നുള്ള അഭിപ്രായം പറയുന്നു. അങ്ങനെ അഭിപ്രായത്തോടുകൂടി ഒരു വലിയ വ്യത്യസ്തമായ ഒരു പുനർചിന്തനം ആളുകളുടെ മനസ്സിലേക്ക് വരുന്നു. അങ്ങനെ ഒരു സ്ഥിതി അവിടുത്തെ കോൺഗ്രസിന്റെ നേരനുഭവത്തിൽ കൂടി ഉണ്ടാകുമ്പോഴും ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്താണ് ചെയ്യുന്നത്, അവർക്ക് ഈ കാര്യങ്ങളൊന്നും തിരിയുന്നില്ലേ, മനസ്സിലാവുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവരിവിടെ ചെയ്യുന്നത് LDFനെ ഉപദ്രവിക്കാൻ, തകർക്കാൻ, രാഷ്ട്രീയമോ ആശയപരമായോ ഒന്നുമുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാതെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതാണ്. ദൗർഭാഗ്യകരമായ കാര്യം, ഡൽഹിയിലിരിക്കുന്ന ആളുകൾ ഇവരുടെ ഈ നിലപാടുകളെപ്പറ്റി മനസ്സിലാക്കാനും ഇവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുമുള്ള കാര്യങ്ങൾ എടുക്കണം. അതുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. ഇത്രയും ഗൗരവതരമാണ് സ്ഥിതി എന്നുള്ളത് കൊണ്ടാണ് ത്രിപുരയിലെ കാര്യങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ഇവിടുത്തെ നാട്ടുകാർക്കും കൂടി മനസ്സിലാവുന്ന തരത്തിലേക്ക് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. Economic condition is very bad. I am not dealing in detail. Rural and urban poor, no work, no income. They have lost their purchasing capacity. Starvation, half starvation, starvation death, particularly in rural areas and especially in the tribal compact areas. They are selling their offsprings. Their boys are going out of Tripura in search of food and work. They are dying there. Dead bodies also cannot be taken back to their own place of residence in Tripura. That is what is going on. There is no government to take care of all these things. Listen anything. Corruption is going on. Now corruption and the BJP government synonymous. No distinction can be made there. So in this situation, unemployed, whom they promised during last assembly election in their vision document, in every house they will provide one government job. If that is implemented, that will be requiring 7 lakhs employment. We at that point of time told that is a false promise. Now the youth have started realizing, yes, they have been cheated. So in this situation, youth, student, agricultural workers, village poor, urban poor, middle class, employees, teachers, small and petty traders, they all are aggrieved against this government and they are not allowed to express their mind, organize their protest. All these rights are being actually snatched. Why? It is not the strength of the
BJP government there. As party, it is not the strength of the BJP and RSS. That's why right from the beginning, they have resorted this fascistic attack. So, but I would like to tell in a very humble manner, people of Tripura with red flag, they have not bowed down their heads. They are being bleeded like anything. So far, 22 of our comrades, including one women comrade, have been killed in their hands. Thousands of have been physically attacked. Even those who are attacked, a section of them cannot go to the hospital. They are also being prevented. So you can realize what is going on there. So in this situation, without bowing down the heads, rather keeping red flag in hands, our people have started coming out on the street. And through this struggle, we do feel that this onslaught, this government, anti-people, corrupt government, undemocratic government, fascistic, where this government has been working, they will not be allowed to advance further unitedly, irrespective of caste, color and creed. We the left, under the leadership of Communist Party of India Marxist, we are appealing the people of Tripura there, please come out, stand unitedly, stand on your own feet, turn around and start against this onslaught, movement, struggle, where there is needed to save yourself. You shall have to resist this onslaught. And people have started reacting. That is the good and positive sign. ത്രിപുരയുടെ സാമ്പത്തിക നില നോക്കിയാൽ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാവുന്ന തരത്തിലുള്ള തകർച്ചയാണ് നേരിടുന്നത്. ഗ്രാമീണ മേഖലയിൽ വലിയ തോതിലുള്ള തകർച്ചയാണ്, തൊഴിൽ ഇല്ലായ്മ രൂക്ഷമായിരിക്കുന്നു, പട്ടിണിയും പരിവട്ടവുമാണ് ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ചുമുള്ളത്. ഏറ്റവും വലിയ ദുരിതം ഉണ്ടാകുന്നത് ആദിവാസി മേഖലയിലാണ്. വലിയ അളവ് ആദിവാസികളുള്ള ഒരു സംസ്ഥാനമാണ് ത്രിപുര, ആദിവാസി മേഖലയിലാണ്. അവിടുത്തെ ജനങ്ങൾ അവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ജോലിക്ക് പോകുന്ന തരത്തിലേക്ക് ഉള്ളൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. BJPയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഓരോ വീട്ടിലും ഒരു പുതിയ ജോലി വെച്ച് ഞങ്ങൾ നൽകും, ഓരോ വീട്ടിലേക്കും ഒരു ജോലി, അതിനായിട്ട് പുതിയ കോർപ്പറേറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഒരു ജോലിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഉള്ള ജോലിയും വരുമാനവും തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. ഇതിനെതിരായിട്ട് ഇപ്പോൾ യുവാക്കൾ ചിന്തിക്കുന്നുണ്ട്, ഇടത്തരക്കാർ, ജീവനക്കാർ, കച്ചവടക്കാർ എല്ലാ വിഭാഗത്തിലും അസംതൃപ്തി ഉണ്ടായി വരുന്നുണ്ട്. ഇതിനെതിരായിട്ടുള്ള വലിയ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. Finally, what I അവിടെ 22 സഖാക്കൾ, നമ്മുടെ സഖാക്കളെ കൊല ചെയ്യപ്പെട്ടു. അതിനകത്ത് ഒരു വനിതാ സഖാവ് ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകളെയാണ് ആക്രമിക്കുന്നത്. ആശുപത്രിയിൽ പോകാൻ പോലും ആരും തയ്യാറാകുന്നില്ല. ആശുപത്രിയിൽ പോയാൽ പോലും കള്ളക്കേസ് എടുക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് ഗതിമുട്ടി ഇത്തരം കാര്യങ്ങളോട് പ്രതിഷേധിക്കാൻ തയ്യാറായി രംഗത്ത് വരുന്നുണ്ട്. CPIM ത്രിപുരയിലെ CPIM കമ്മിറ്റി ആഹ്വാനം ചെയ്തു, ഇത്തരം കാര്യങ്ങൾ നമ്മൾ എതിർത്തേ കഴിയൂ. അത് നേരിട്ട് അനുഭവത്തിൽ വ്യക്തമായതുകൊണ്ട് ജനങ്ങൾ ശക്തമായി പ്രതിരോധിക്കാൻ തെരുവുകളിലേക്ക് വരുന്നുണ്ട്, ശക്തമായ പ്രതിഷേധത്തിന് വേണ്ടി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ, ആവേശകരമായ കാര്യം. Finally, what I would like to tell, the struggle which has been unleashed against the misrule of this BJP regime there in Tripura, that cannot be seen in isolation. What is going on throughout the country under the leadership of BJP, dictated by fascist RSS. The call is this: they should be defeated and isolated. The people of Tripura, the struggle, what they have been organizing there, it has direct link with this national call. So keeping this in mind, what I would tell, the fight of Tripura, it is part and parcel of the fight against BJP regime throughout the country. We are trying all levels to organize. Tripura alone, in isolation, cannot fight this. Until and unless democratic forces, left forces,
secular-minded people extend their support to the struggling people of Tripura. What you have shown, 8 September 2021, a serious fascistic attack came, including they have attacked our party state headquarters. Then from the party central committee, the call was given toward the party, to all our party units, come forward to help the comrades who have been suffering most from Kerala. Unthinkable. At the call of the Communist Party of India Marxist Kerala State Committee, you have collected more than 6 crores of rupees. I would like to bow down my heads on behalf of the struggling people of Tripura to the people of Kerala. Because of this stand you have taken, that yes, we are with you. The people who are struggling there in Tripura, we, the people of Kerala, we are with you. That has emboldened the people of Tripura who are struggling. And this is the way Kerala, Tripura, and throughout the country, we are trying our level best to develop our unity so that this struggle, what has been unleashed, and particularly keeping in mind the appeal given through our political resolution which has been adopted in the 23rd Congress, that they should be isolated and defeated. To achieve this target, we shall have to go ahead. The masses, the people who are still not with us, we shall have to go to them, try to make them understand and win them over in our favor. And we are definite, the people who are still not coming out, the coming days, gradually, they will also come out, and with this unity, we will be able, with red flag in our hand, to defeat this fascistic force and isolate this fascistic force. With these few words, I would like to conclude. Thank you all. സകല അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ BJPയുടെ നിലപാടുകൾക്കെതിരെ, അക്രമത്തിനെതിരെ, ഫാസിസ്റ്റ് രീതികൾക്കെതിരെ ഉള്ള പോരാട്ടം ഏറ്റവും ശക്തിപ്പെടുത്തുന്നതിനെ പറ്റിയാണ്. അത് ഒരു ഒറ്റപ്പെട്ട പോരാട്ടമായി ത്രിപുരയിൽ മാത്രം ചെയ്യേണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല. BJPയുടെ നയം, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ത്രിപുരയിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ത്രിപുരയിലെ പോരാട്ടവും സമരവും അത് ദേശീയമായി നടത്തേണ്ട ചെറുത്തുനിൽപ്പിൻ്റെയും സമരത്തിൻ്റെയും ഭാഗമായിട്ടാണ്. ഇത് ഇത്തരം കാര്യങ്ങളിൽ രാജ്യത്താകെയുള്ള പുരോഗമന പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആവേശകരമായ അനുഭവമാണുള്ളത്. 8 സെപ്റ്റംബർ 8 അവിടെ വലിയ ക്രൂരമായ ഒരു ആക്രമണം നടന്നു. പാർട്ടി CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ആക്രമിച്ച സംഭവം വന്നു. അത്തരം അക്രമങ്ങളെ നമ്മുടെ നേരെ വന്ന ആക്രമണങ്ങൾക്ക് വന്ന സമയത്ത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ത്രിപുരയിലെ പാർട്ടിയെയും ജനങ്ങളെയും സഹായിക്കാൻ വേണ്ടി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളോട്, ഘടകങ്ങളോട് ആവശ്യപ്പെട്ടു. ആവേശകരമായ അനുഭവമാണ് കേരളത്തിൽ നിന്നുണ്ടായത്. കേരളത്തിലെ സഖാക്കൾ 6 കോടി രൂപയാണ്, അവിശ്വസനീയമായ സഹായമാണ് ആ ഘട്ടത്തിൽ ത്രിപുരയ്ക്ക് അനുകൂലമായിട്ടുണ്ടായത് എന്ന് എടുത്തു പറയാനും നന്ദി പറയാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇത്തരം പോരാട്ടം, ഇത്തരം ചെറുത്തുനിൽപ്പ്, രാജ്യത്താകെയുള്ള ഫാസിസ്റ്റ് രീതികളോടുള്ള ചെറുത്തുനിൽപ്പിന് രാജ്യമാകെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ആ പ്രവർത്തനങ്ങളാണ് ഞങ്ങളും അവിടെ നടത്തുന്നത്. അവിടുത്തെ ഓരോ ഗ്രാമങ്ങളിലും ഇപ്പോഴും നമ്മുടെ കൂടെ ഇത്തരം പോരാട്ടത്തിനും ചെറുത്തുനിൽപ്പിനും എത്തിച്ചേരാത്ത ആളുകളെ ഉൾപ്പെടെ കണ്ടുകൊണ്ട്, മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ പോരാട്ടവും ചെറുത്തുനിൽപ്പും ശക്തിപ്പെടുത്തി ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുവാനും ഫാസിസ്റ്റ് ശക്തികളെ ദുർബലപ്പെടുത്താനും കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചു. അടുത്തതായി പടിഞ്ഞാറൻ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് മുഹമ്മദ് സലീം സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സഖാക്കളെ, അഭിവാദനങ്ങൾ. Comrade Pinarayi Vijayan, President of this meeting and the Chairman of the Reception Committee,
my colleagues in the Politburo and the Cell Committee, dear comrades, first of all, the way you have conducted this party congress, historic 23rd Party Congress, selflessly dedicated comrades worked very hard, and they must have worked very hard to make this conference successful. I greet and express my gratitude and thanks to the people of Kerala, particularly district of Kannur, our comrades, our supporters, our activists, our cadres. And this is a land of struggle and sacrifice. During my DFA days, I used to come frequently when series of attacks used to take place on our comrades. I still remember. And I can assure you that the delegates, not only from Bengal, from other parts of the country who have attended this, they are going back rejuvenated, and they will rededicate themselves to build the struggle and build the organization. വേദിയിലുള്ള പ്രിയമുള്ള നേതാക്കന്മാരെ, പ്രിയമുള്ള സഹാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായിട്ട് ഈ സമ്മേളനം സംഘടിപ്പിച്ച രീതിയെ, അതിനകത്ത് പ്രവർത്തിച്ച സഖാക്കളെ, വാളണ്ടിയർമാരെ, ഇവിടുത്തെ ജനങ്ങളെ ആകെ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായിരിക്കുന്ന സമയം മുതൽ പലതവണ കണ്ണൂരിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം നമ്മുടെ സഹാക്കളെ ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആ സമയം തൊട്ട് വന്ന അനുഭവമുണ്ട്. വളരെ ആവേശകരമായി, കേരളത്തിനാകെ ഇന്ത്യക്കാകെ ആവേശകരമായി തന്നെയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പങ്കെടുത്ത മുഴുവൻ പ്രതിനിധി സഖാക്കളും വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചുപോയിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള കിട്ടിയ ഊർജം രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സഹായകരമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. The energy you have put to make this party congress successful is sure to be transmitted to our comrades throughout the country. Though it's not a one-day affair, since the pre-independence days, since the beginning of the left movement in this country, particularly in this district, great comrades have built up this movement, mass movement, and taken this ideology and politics to almost all the families and the people of this part of this country. Now, with the successful conclusion of this 23rd Congress, we have a great challenge ahead. We have decided in the party Congress, now we have to implement those decisions at the ground level. On the 75th anniversary of our independence, the entire scheme of things, of our constitutional scheme of things, the legacy and the golden tradition of our freedom struggle, the unity of the people, the parliamentary democracy, the federal structure, the question of secularism, the basic human rights, all are under attack. And we have geared up ourselves, we have decided the party will be second to none to take up these challenges. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വലിയ പങ്കുവഹിച്ച, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കുവഹിച്ച കണ്ണൂരിൽ നടന്ന ഈ സമ്മേളനം നമ്മുടെ പ്രവർത്തകർക്കാകെ, പ്രസ്ഥാനത്തിനാകെ ആവേശവും ഊർജ്ജവും നൽകുന്ന ഒന്നായിരിക്കും. നമ്മുടെ ഈ സമ്മേളനം 23ാമത് പാർട്ടി കോൺഗ്രസ് ഇവിടെ എടുത്ത തീരുമാനങ്ങൾ കൂടുതൽ ശക്തമായി നമ്മുടെ നാട്ടിലെ പ്രസ്ഥാനത്തെ, പുരോഗമന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 75ാമത് സ്വാതന്ത്ര്യ ദിനം, സ്വാതന്ത്ര്യത്തിൻ്റെ 25 വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് നമ്മൾ കണ്ടതും വിലയിരുത്തിയതുമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തകർക്കുന്ന, അടിസ്ഥാന ജനാധിപത്യവും അതുമായി ബന്ധപ്പെട്ട മതനിരപേക്ഷതയും മനുഷ്യൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും എല്ലാം തകർക്കുന്ന ഒരു നിലപാടിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത്തരം സമീപനങ്ങളെ ചെറുത്ത് നിൽത്ത് ശക്തിപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. With the Modi II government, the way the BJP is implementing this RSS agenda, with every passing day, newer issues are being raked up to generate hatred among population, to put one section of people against the other. This process of othering is going on every day. The question of their minorities' right to choice, make choice, be their clothing, food, way of worship, everything is now being attacked. Next door in Karnataka, we have seen how
this hijab issue has been raked up on the eve of the UP election. When we try to promote girls' education, and Kerala is an example, and Karnataka we saw how the Muslim girls are being prevented under the guise of this hijab issue from the taking in the modern education. രണ്ടാം മോഡി ഗവൺമെന്റ് BJP-യുടെ നയങ്ങൾ RSS-ന്റെ നയങ്ങൾ അതിശക്തമായി നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് എല്ലാ മേഖലയിലും പ്രചരിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഒരു വിഭാഗം ആളുകളെ മറ്റൊരു വിഭാഗത്തിന് തിരിച്ചുവിടുന്ന പരസ്പരം തിരിച്ചുവിടുന്ന തരത്തിലേക്കുള്ള ഓരോ തരത്തിലുമുള്ള പ്രചരണങ്ങൾ സ്ഥിരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ എടുത്തു പറയേണ്ടതാണ്. വേഷത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും അവരുടെ സംസ്കാരത്തിൻ്റെയും ഒക്കെ പേരിൽ ഉണ്ടാക്കുന്ന കലാപങ്ങളുണ്ട്. ഇവിടെ കർണാടകത്തിലെ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം. ഹിജാബിൻ്റെ പേരിൽ വേഷത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന കലാപങ്ങൾ. കേരളത്തിൽ എത്രയോ മാതൃകാപരമായി നമ്മൾ ഈ കാര്യങ്ങൾ നടത്തുന്നു. ഇവിടെ മതനിരപേക്ഷത എത്രയോ ശക്തമായിട്ടുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്തുള്ള കർണാടകത്തിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നതിൽ ഉൾപ്പെടെ തടയുന്ന തരത്തിലേക്കുള്ള സംഭവങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. When they started mob lynching of Ikhlaq, Junaid, beefeating was supposedly the reason. But now, during this Navratri, they want to close the fish market, meat shops. Is this not the interference of individuals' right to have their choice? When the left fight for the right for food, they want to make us fight among ourselves on the basis of what food we undertake. മത്സ്യം വിൽക്കുന്ന കടകൾ അടച്ചുപൂട്ടാൻ, മാംസം വിൽക്കുന്ന കടകൾ അടച്ചുപൂട്ടാനും ഒക്കെയുള്ള തരത്തിലേക്കുള്ള പ്രക്ഷോഭങ്ങളും മറ്റും വരുന്നുണ്ട്. ഭക്ഷണത്തിനുള്ള അവകാശം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇതെല്ലാം പരസ്പരം ആളുകൾ പരസ്പര സംഘർഷം ഉണ്ടാക്കാനും രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. Now I come from Bengal. What you have heard from Comrade Manik Sarkar, what's the terror tactics employed by BJP in Tripura, we have experienced for the last 1 decade. Ransacking our house, falsely implicating our comrades, killing of our comrades, destroying the statues and the martyrs column, flag post. These are all everyday happenings. Even our women folks were not spared. But now it's not only left. No voice of dissent should be heard. It's an attack on democracy. What we are seeing in Tripura, that was being perpetuated in Bengal as a laboratory to destroy the democratic rights, starting from preventing people in filing nominations till the counting. Even victorious candidates were declared defeated under the pressure of the administration and the Trinamool goons. മണിക് സർക്കാരോട് സംസാരിച്ചപ്പോൾ ത്രിപുരയിലെ ചില അനുഭവങ്ങൾ പറഞ്ഞിരുന്നു. ഇതുപോലുള്ള അനുഭവങ്ങൾ വളരെ രൂക്ഷമായിട്ട് ബംഗാളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മുടെ വീടുകൾ ആക്രമിക്കപ്പെടുന്നു, നമ്മുടെ ഓഫീസുകൾ തകർക്കപ്പെടുന്നു, ആളുകളെ അടിച്ചോടിക്കുന്നു. ഈ തരത്തിൽ വളരെ വളരെ ശക്തമായ ആക്രമണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്തസാക്ഷി മണ്ഡപങ്ങളും പാർട്ടി ഓഫീസുകളും ഒക്കെ തകർക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം വാസ്തവത്തിൽ ജനാധിപത്യം ഇല്ല. എതിരഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. അഭിപ്രായം പറയുന്ന ആളുകളെ അടിച്ചമർത്തുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അവിടെ തെരഞ്ഞെടുപ്പുകളില്ല, തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി നടക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിയെ പോലും ഭരണ സംവിധാനം ഉപയോഗിച്ച് തോറ്റതായി പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. Comrade Binda was talking about Hathras. Now every month almost on a regular basis we are witnessing such incidents, crimes against women, girl students, aged women in Bengal. And everything is being hushed up. On 5th, when we came here on the eve of the party congress, a student of class 9 in Nadia district bordering Bangladesh was gang raped by the son of a Trinamool Panchayat member. Until today it was just no report in the media, no report in the police, no medical test, even no death certificate. She was cremated overnight. And this is happening for the last 10 years. Only after these 4 days, since we have started this
पहारा है public, because the chowkidar bhi chor hai, and the public is also were threatened, terrorized, and the police is not taking action in Bengal. Administration is collapsed. So we have asked our volunteers, red volunteers, left squad people, our young cadres, they will take up these issues and bring it to the fore. And that is how, after 4 days of the incident, now this has been reported and the person is arrested. But till then, nothing, no medical report, no medical test, no FIR. This is the everyday happening. It started with our left cadres, and now every section of the people, mainly the marginalized section, the minorities, the Dalit, the tribals, the weaker section, the disabled, the poorer section, and this class 9 student was the daughter of our landless labor. Those are being subjected to such murderous attack. സോ വൃന്ദയോട് സംസാരിച്ചപ്പോൾ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമത്തെ പറ്റി പറഞ്ഞിരുന്നു. നിരന്തരമായ എത്ര സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഞങ്ങളിങ്ങോട്ട് ഈ പാർട്ടി കോൺഗ്രസിന് വരുന്നതിന് തൊട്ടുമുണ്ടായൊരു സംഭവം പറയാം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ തൃണമൂലിൻ്റെ പഞ്ചായത്ത് മെമ്പറുടെ മകൻ്റെ നേതൃത്വത്തിൽ കൂട്ട ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തി. ഒരു കേസുമില്ല, പരാതി കൊടുത്തിട്ട് കേസെടുക്കുന്നില്ല, പോസ്റ്റ്മോർട്ടം ഇല്ല, റെക്കോർഡില്ല, മരണ സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കുന്നില്ല. രാഖി രാമാനം നിർബന്ധിച്ച് ആ കുട്ടിയുടെ ശവശരീരം അടക്കേണ്ടി വന്നു. ഇതിനെതിരായിട്ട് ഒരു നടപടി എടുക്കാത്തതുകൊണ്ട് അവിടുത്തെ കാവൽ നിൽക്കുന്ന ചൗക്കിദാർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവസാനം അവിടുത്തെ പ്രവർത്തകരോട്, ചെറുപ്പക്കാരോട്, നിങ്ങൾ മുന്നോട്ട് വരണം, ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കണം. 4 ദിവസം നിരന്തരമായ സമരം നടന്നിട്ടാണ് അവസാനം ഈ കേസെടുക്കാൻ വേണ്ടി തയ്യാറായത്. പക്ഷേ രേഖകളൊന്നുമില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല, ഒന്നുമില്ല. ഇത്തരം സംഭവങ്ങൾ നടക്കുകയാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, മൈനോറിറ്റി വിഭാഗങ്ങൾക്ക്, ദളിത് വിഭാഗങ്ങൾക്ക് ഒക്കെ നേരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. The central government is selling all these public sector units, our rails, our airlines, our banks, our post office, all are subjected to sale. Now in West Bengal, since we don't have rail, the state government is selling tramways. In the entire country, we have only tramways in Calcutta. The tram depots are now being sold out, like the railway stations are being leased. And this is happening on a day-to-day basis. Without going into elaboration, what I say is that I want to reassure you, and through you, to the people of Kerala, as well as all our well-wishers throughout the country, that this challenge is enormous, be it at the national level or at the state level. But we will try to rejuvenate our party, rejig our organization, revamp, and then, of course, recalibrate, so that the glory of Bengal, the glory of the left movement in Bengal, we can regain. And I can assure you, we have firm belief with the activities of the Red Volunteers during the lockdown, the way the student and youth movements are taking up the every issues of unemployment, joblessness, corruption in recruitment, and in the campus, the rights of the students, the way the agriculture workers, the Kisans, the trade unions, and the women organizations, the teachers organizations, the workers and employees organizations, they are taking up. We are sure that it will take time, but it will not be too late when in West Bengal we will be able to overcome these difficulties. കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതെളിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിൽ അത്രയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നും വിറ്റുതെളിക്കാനില്ല. അവിടുത്തെ ട്രാം കാർ തന്നെ, പ്രശസ്തമായ ട്രാം തന്നെ അവരിപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിലെ സഹാക്കളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത്, ബംഗാളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്ന ഈ ഗവൺമെന്റിനെതിരായി അതിശക്തമായ സമരങ്ങളും പോരാട്ടങ്ങളും നടത്തി പാർട്ടിയും സംഘടനയും ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായി അവർക്ക് നേരെയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ മുൻകൈയെടുക്കും. ചരിത്രപരമായി ബംഗാളിലുള്ള മഹാചരിത്രം, ത്യാഗത്തിൻ്റെയും സമരത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും ആ മഹാചരിത്രം വീണ്ടും ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ എല്ലാ വിഭാഗം ജനങ്ങളെ, തൊഴിലാളികളെ, അധ്യാപകരെ, ജീവനക്കാരെ, ചെറുപ്പക്കാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ സമരത്തിലൂടെ, ഞങ്ങൾ സമയമെടുത്താണെങ്കിൽ ഉജ്ജ്വലമായ സമരത്തിലൂടെ, ആ പോരാട്ടത്തിലൂടെ ബംഗാളിൻ്റെ ആ പഴയകാല പ്രതാപം, ഇടതുപക്ഷത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതിൽ വിജയിക്കുമെന്ന് ഉറപ്പ് നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It's not a question of this party or that party. The entire reactionary forces, the rightist forces of this country
they joined hands to wipe out left movement and particularly CPIM from West Bengal. And they thought that after a decade, banning the politics inside the campus, not allowing strike, not allowing procession or any political activities, not allowing elected trade union to function, they will be able to just wipe out the memory of the left movement. But let's assure, it's not that easy. And now, after attending this party congress, each and every delegate who have come from outside Kerala, now they firmly believe that, including Bengal, that it's not that easy by murdering our comrades or by committing atrocities. It's not that easy to wipe out red flag or the left movement or the communist movement from the land. വലതുപക്ഷ ശക്തികളുടെ അതിശക്തമായ കൂട്ടായ പ്രവർത്തനം നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാണണം. അവർ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് യൂണിയൻ ഉണ്ടാക്കാൻ അനുവാദം കൊടുക്കുന്നില്ല, കോളേജ് യൂണിയൻ ഇലക്ഷൻ ഇല്ല, സംഘടന ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല, ട്രേഡ് യൂണിയനുകളെ രൂപീകരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ എന്തെങ്കിലും പ്രവർത്തനം എവിടെയെങ്കിലും ഉണ്ടാവുമെങ്കിൽ അതിനെല്ലാം തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷം അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു സമീപനമല്ല സ്വീകരിക്കുന്നത്. അതിനെതിരായിട്ട് ശക്തമായിട്ട് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സഹാക്കളുടെ ഈ പാർട്ടി കോൺഗ്രസിൽ കണ്ണൂരിൽ വന്ന് പങ്കെടുത്തതിന് ശേഷം കൂടുതൽ ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനെല്ലാം നേരിട്ടുകൊണ്ട് ഇടതുപക്ഷം കൂടുതൽ ശക്തമായിട്ട് വരുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഈ പാർട്ടി കോൺഗ്രസിൽ നിന്നും ഞങ്ങൾ മടങ്ങിപ്പോകുന്നത്. Long live the solidarity of the people, long live the unity of the people, long live the revolution, long live the People's Democratic Revolution, Inqilab Zindabad. നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ശക്തിയും ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും എല്ലാം കൂടുതൽ വിജയിക്കുന്ന തരത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിലെല്ലാം ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു. നമ്മുടെ ഈ പൊതുസമ്മേളന പരിപാടികൾ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്.